ആര്യർ ദ്രാവിഡർ എന്നുള്ള ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടല്ലോ, അതിൽ ശരിക്കും എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? അതോ അത് ജസ്റ്റ് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിക്കാനായിട്ട് യൂസ് ചെയ്ത ഒരു സ്ട്രാറ്റജി മാത്രമാണ്? നമ്മുടെ ഇതിഹാസ പുരാണങ്ങൾ നോക്കിയാൽ രാക്ഷസന്മാര് ബ്ലാക്ക് കളേർഡ് അല്ലെങ്കിൽ ദേവി ഗുണമുള്ളവർ കുറച്ചും കൂടി വൈറ്റിഷ് സവർണര്, അങ്ങനൊരു കൺസെപ്റ്റ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഇവരുടെയൊക്കെ താവളങ്ങൾ നോക്കിയാൽ അത് രാമൻ്റെ ആയാലും കൃഷ്ണൻ്റെ ആയാലും ശിവൻ്റെ ആയാലും എല്ലാവരും നോർത്താണ്. ഓക്കെ, ദോ ശിവനും വൈറ്റിഷ് അല്ല, രാമനും വൈറ്റിഷ് അല്ല, കൃഷ്ണനും വൈറ്റിഷ് അല്ല. പക്ഷേ ആ ഒരു ഫിഗർ ഒഴിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ സവർണന്മാരാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫിഗർ ഉണ്ടായത് എന്ന് കൃത്യമായിട്ടൊരു രൂപം ആർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ആ നോർത്തിൽ നിന്ന് അവരൊക്കെ വന്നിട്ടുള്ളത് സൗത്തിലേക്കാണ്. ഇപ്പോൾ കൃഷ്ണനായാലും സൗത്തിലേക്ക് വന്നിട്ടുണ്ട്, പാണ്ഡവന്മാർ സൗത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ സൗത്തിൽ ഒറിജിൻ ചെയ്തിട്ട് ആരും നോർത്തിലേക്ക് പോയിട്ടില്ല. അതുള്ളത് ഒരാൾ പരശുരാമൻ്റെ കഥ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അതിനൊരു എളുപ്പം ഒരു ക്ലിയറൻസ് കിട്ടുന്ന ഒരു സിദ്ധാന്തമാണ് ബ്രിട്ടീഷുകാർ തന്നിട്ടുള്ളത്. അപ്പോൾ അത് രണ്ടും മാച്ച് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് അവർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ആവാനാണ് സാധ്യത. ഓക്കെ, കാരണം രാമന്റെ കഥയാണ് പണ്ടത്തെ ഏറ്റവും പഴയ കഥ, പിന്നെയുള്ള കൃഷ്ണന്റെ കഥയാണ്. അപ്പം ദ്രാവിഡന്മാരും ആര്യന്മാരും എന്ന് പറഞ്ഞിങ്ങോട്ട് തിരിക്കുകയാണ്. പ്രോബബിളി സൂര്യവംശജന്മാരും അങ്ങനെ അല്ലാത്തവരും തമ്മിൽ പറയാനുണ്ട്. അല്ല, സൂര്യന്റെ വംശം മാത്രമേ ഉള്ളൂ, ചന്ദ്രന്റെ വംശം എന്ന് പറഞ്ഞൊരു വംശം ഇല്ലല്ലോ ഭാരതത്തില്. കൃഷ്ണൻ എന്ന് പറയുന്നതും രാമൻ എന്ന് പറയുന്നതും ഒക്കെ സൂര്യന്മാരുടെ സുപുത്രന്മാരാണ് അല്ലെങ്കിൽ പുപുത്രന്മാരാണെന്നൊക്കെയല്ലേ പറയാം. ഇപ്പൊ അശ്വത്ഥാമാവിന്റെ നാട് ഹരിയാനയാണെന്നാണ് വിശ്വാസം. അതില് ബലിയും പരശുരാമനും മാത്രമേ ഉള്ളൂ സൗത്ത് ഇന്ത്യക്കാർ. വ്യാസൻ തന്നെ യു പിക്കാരനാണ്. കുറച്ച് ക്ഷത്രിയ അല്ലെങ്കിൽ രാജസീക ഗുണമുള്ള ഹനുമാൻ എന്ന് പറയുന്ന അന്തമാൻ നിക്കോബാറാണ്. വിഭീഷണൻ രാവണൻ ശ്രീലങ്കക്കാരനാണ്. കൃപാചാര്യർ എന്ന് പറയുന്നത് ഇറാൻകാരനാണ്, ഇറാനിലാണ്. ഓക്കെ, അപ്പോൾ അന്നൊക്കെ ഇറാൻ എന്ന് പറയുന്നതും റോം എന്ന് പറയുന്നതൊക്കെ ഒരു ഭൂഖണ്ഡത്തിന്റെ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും എന്ന് പറയുന്ന പോലെയാണ്. രോമക ദേശം എന്ന് പറഞ്ഞാൽ റോമാണ്. ലങ്ക മുതൽ അങ്ങേയറ്റം വരെയുള്ള കംപ്ലീറ്റ്. ഇപ്പം ഗുമ ഐലൻഡ്സ് എന്ന് പറയുന്നത് മംഗോളിയ ചൈന ബോർഡറാണ്. അവിടെയാണ് ശരിക്കും വേദം എഴുതപ്പെട്ടിരുന്നതെന്നാണ് വിശ്വാസം, ഭാരതത്തിലൊന്നല്ല. അപ്പോൾ ചൈനയും കടന്ന് മംഗോളിയ ബോർഡർ അല്ല, അന്ന് ഭാരതം എന്ന് പറയുന്ന ഏക ഭാരതമല്ലല്ലോ അന്ന്. ജംബുദ്വീപേ ഭരതഖണ്ഡേ ഭാരതദേശേ എന്നാണ്. ജംബുദ്വീപ്, ഭാരതഖണ്ഡം, ഭരതഖണ്ഡം, ഭാരതദേശം. ആ ജംബുദ്വീപ് എന്ന് പറയുന്നത് ഏഷ്യ ഭൂഖണ്ഡം ഫുള്ളാണെന്ന് വേണമെങ്കിൽ പറയാം. ഏഷ്യ പിന്നെ യൂറോപ്പ് മുതൽ ഇങ്ങേ അറ്റം വരെ ആയിട്ടുണ്ടാവും ചിലപ്പം, നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഭരതഖണ്ഡേ ഭാരതദേശേ മേരോഹ ദക്ഷിണേ പാർശ്വേ, അങ്ങനെയാണ് നമ്മുടെ അഡ്രസ്സ് പറയാം. അപ്പോൾ മേരുപർവ്വതത്തിൻ്റെ വടക്ക് ഭാഗത്തും ഉണ്ടായിരുന്നു. മേരു എന്ന് പറയുന്ന കൈലാസമാണ് ലോകത്തിൻ്റെ സെൻറ്റർ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ അതിന് സൗത്തിലാണ് നമ്മളെങ്കിൽ അതിന് നോർത്താവും പണ്ട് ആര്യന്മാർ. നമ്മുടെ ഇന്ത്യ ആവണമെന്നില്ല. ഈ നോർത്ത് എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പപ്രകാരം രാമനും കൃഷ്ണനും എന്നൊക്കെ പറയുന്നത് വേദകാലങ്ങളിലുള്ളതാണ്. വേദകാലം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൺസെപ്റ്റിലുള്ള പുരാണ ഇതിഹാസങ്ങൾ. വേദം എന്ന് പറയുന്ന ശരിയായ വേദകാലം
നമ്മളിപ്പോൾ പറയുന്ന കൃതയുഗം, ത്രേതായുഗം എന്നൊക്കെ പറയുന്ന യുഗങ്ങളൊന്നും ശരിക്കു പറഞ്ഞാൽ വേദകാലമല്ല. അതിനു മുമ്പുള്ള സത്യയുഗമാണ് വേദകാലം. അത് എഴുതപ്പെട്ടിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ എവിടെയുമാണ്. കാരണം പിന്നെ പുരാണ ഇതിഹാസങ്ങളാണ്. അപ്പോൾ എപ്പോഴാണ് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എഴുതിയെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റില്ല. ഇതുപോലെ ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുള്ളൊരു ഭാരതവംശം എന്നാണ് പറയേണ്ടത്. ഭാരതവംശം എന്ന് പറഞ്ഞാൽ ഭരതൻ ഒരു വ്യക്തിയല്ല എന്നർത്ഥം. ഇപ്പം രാമൻ്റെ പിതാവാരാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ പിതാവാരാണ്, കൃഷ്ണൻ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു വ്യക്തിയല്ല, അതൊരു സീരീസ് ഓഫ്. വ്യാസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഒരു കാറ്റഗറി പോലെയാണ്. ഇപ്പം നായർ എന്ന് പറയുന്നത്, മേനോൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ലല്ലോ, അതുപോലെ ആവാം ചിലപ്പോൾ എന്നാണ്. അതുകൊണ്ടാണ് ഭരതഖണ്ഡേ ഭാരതദേശം എന്ന് തന്നെ പറയുന്നത്. ഭാരതൻ്റെ ദേശം എന്ന് പറയുമ്പോൾ ഒരു ഭരതൻ്റെ ദേശം എന്നല്ല ചിലപ്പോൾ. ഹേ ഭരത എന്ന് അർജുനനെ കൃഷ്ണൻ വിളിക്കുമ്പോൾ ഭരതൻ എന്ന് അർജുനൻ്റെ പേരായതുകൊണ്ടല്ലോ വിളിക്കുന്നത്. ആ വംശത്തിൽപ്പെട്ട എല്ലാവരെയും ഭരതൻ എന്നാ വിളിച്ചിട്ടുണ്ടാവോ ചിലപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വംശമാണ്. ആ വംശകാലഘട്ടത്തിൽ നമ്മളിപ്പം അതിനെ കലികാലം, അതിനു മുമ്പ് ദ്വാപരയുഗം, അതിനു മുമ്പ് ത്രേതായുഗം, അപ്പോൾ സത്യയുഗത്തിലാവാം ചിലപ്പോൾ വേദങ്ങളൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടാവും. അത് ഏത് സത്യയുഗം, ഈ മന്വന്തരത്തിലെ സത്യയുഗം ആവണമെന്നില്ല. സത്യയുഗങ്ങൾ മന്വന്തരങ്ങൾക്കപ്പുറങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ അത് അങ്ങനെയാണല്ലോ പറയുക. ഭൂമി മുങ്ങാൻ പോകുന്ന സമയത്ത് അതിനെ താങ്ങി നിർത്തി എന്നൊക്കെ പറയുന്ന കഥയിൽ ആ ഭൂമി എന്നുള്ളതിൻ്റെ കൂടെ വേദവും ഉണ്ട്, പുസ്തകങ്ങളും ഉണ്ട് അതിൻ്റെ കൂടെ. അത് വെറും ഭൂമി എന്ന് പറയുന്ന ഒരു ഭൂഖണ്ഡം മാത്രമല്ല, പൊക്കി നിർത്തുമ്പോൾ അതിനകത്തൊരു പുസ്തകവും കൂടി കാണാം. അത് ആ നോളജ് പൊക്കി നിർത്തി എന്നുള്ളതാണ്. അത് വേദമായിരിക്കും ചിലപ്പോൾ. ആ നോളജ് കുറേ കാലങ്ങളായി മുങ്ങാതെ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വന്നു എന്നുള്ളതാണ്. ഈ ആര്യ ദ്രാവിഡ സങ്കല്പം, അതെ, അങ്ങനെയൊക്കെ ഉള്ളു. അതിപ്പോൾ ദൈവം എന്ന് പറഞ്ഞാലും സ്വന്തം നികൃഷ്ട തോന്നാത്ത ഏത് വ്യക്തിയും ദൈവത്തിൻ്റെ പുത്രന്മാരാണെന്ന് പറയാം. അങ്ങനെ ആർക്കും തോന്നില്ലല്ലോ. അതേത് ചണ്ടാളനും തോന്നണമെന്നില്ലല്ലോ. പിന്നെ ഈ ഒരു ആര്യ ദ്രാവിഡ സങ്കല്പങ്ങൾക്കൊക്കെ അപ്പുറത്ത് വെസ്റ്റേണേഴ്സ്, ബ്രിട്ടീഷുകാരെന്ന് പറയുന്നില്ല, എഴുതപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കാലം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അബദ്ധം ചെയ്തിട്ടുള്ളത് ക്രിസ്തുവിന് മുമ്പ് 10,000 വർഷം, 1000 വർഷം, 500 വർഷം, 300 വർഷം എന്നൊക്കെ പറഞ്ഞൊരു സ്കെയിൽ ഉണ്ടാക്കിയിട്ട് ഈ കാലമാണ് വേദം, ഈ കാലമാണ് എഴുതപ്പെട്ടതെന്ന് അങ്ങോട്ട് സ്ഥാപിച്ചെടുത്തു. നമ്മുടെ കാലഘടനയും നമ്മുടെ യുഗങ്ങളുടെയൊക്കെ കണക്കുകൾ നോക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളൊന്നും ഒന്നുമല്ല. അപ്പം നമ്മുടെ കലികാലം എന്ന് പറയുന്ന 4,32,000 ചില്ലാനും വർഷങ്ങൾ വരുന്ന കാലം, അതിൻ്റെ ഇരട്ടി വരുന്ന ദ്വാപരയുഗം, അതിൻ്റെ 4 ഇരട്ടി വരുന്ന ത്രേതായുഗം. അങ്ങനെ കണക്ക് കൂട്ടി നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു മന്വന്തരം എന്ന് പറയുന്നതും ഒരു മഹായുഗം എന്ന് പറയുന്നതും അതിൽ 17 സപ്തമത മന്വന്തരേ കരികാലേ പ്രഥമപാതേ, 17ാമത്തെ മന്വന്തരം കടന്നിട്ട് ഈ കാലത്ത് എന്ന് നമ്മൾ പറഞ്ഞ എല്ലാ ദിവസവും ഓരോ പൂജാരിയും ചൊല്ലുമ്പോൾ ഭൂമിയുടെ ഉൽപ്പത്തി കാലം മുതലുള്ള കഥയാണ് പറയുന്നത്. അത് നമ്മുടെ മോഡേൺ സയൻസിൽ പറയുന്ന ഭൂമിയുടെ ഉൽപ്പത്തിയുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ലാതെ 192 crores of yearsനടുത്ത് ആണ് വരുന്നത്. ഒരുപോലെ ടാലി ആവുന്നുണ്ട്. അങ്ങനെ ടാലി ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ രാമായണത്തിൻ്റെ കഥ ഉണ്ടായിരുന്ന സമയത്തും കൃഷ്ണൻ്റെ യുദ്ധം നടക്കുന്ന സമയത്തും ഒക്കെ ഉണ്ടായിരുന്ന അസ്ട്രോണമിക്കൽ പൊസിഷൻസ് ഒക്കെ നോക്കി ആ പ്രഡിക്ഷൻസ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാലഗണനയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, യുഗങ്ങളുടെ കാലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വെസ്റ്റേൺ സയൻസ് പറയുന്ന ഒരു കാലഗണനയ്ക്കും യാതൊരു പ്രൂഫും കൊടുക്കാൻ പറ്റില്ല.
നമ്മളതിന് പ്രൂഫ് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് പോട്ടെ, കാരണം അത് 18 ലക്ഷം വർഷം പഴക്കമുള്ള സംഭവം ഡോക്യുമെന്റഡ് അല്ല എന്ന് പറയാം. പക്ഷെ ഡോക്യുമെന്റഡ് ആയിട്ടുള്ളൊരു കാലഘടനയ്ക്ക് ഒരു സ്ഥാപിതമായിട്ടുള്ളൊരു കാര്യകാരണം പറയാൻ പറ്റില്ല, അത് പറ്റില്ല. അതെ, പക്ഷെ അതിലാകെ പറയാൻ പറ്റുന്നത് ചിലപ്പം നമ്മുടെ ഈ ആർക്കിയോളജിക്കൽ ആയിട്ടുള്ള സൈറ്റുകൾ അതിൽ നോക്കിയിട്ടുള്ള ചില പ്രൂഫുകളൊക്കെ പറയുമ്പോൾ എപ്പോഴാണ് ദ്വാരക മുങ്ങിയത് എന്നൊക്കെ പറയുമ്പോൾ ചില അടുപ്പം കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ കരികാലം തുടങ്ങിയ കാലം മുതലുള്ള കാലഗണനയിൽ കുറേ ഈ മോഡേൺ സയൻറ്റിഫിക്കുമായിട്ട് നോക്കുമ്പോൾ മോഡേൺ വെസ്റ്റേണേഴ്സിൻ്റെ കാലഗണനയുമായിട്ട് ഒരു മാച്ചിങ് ഉണ്ട്. അതാണ് 3000 ചില്ലുവാനും വർഷങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ചോദ്യം, കലികാലത്തിൽ നമ്മൾ പറയുന്ന സംഭവങ്ങൾ മാച്ചിങ് ഉണ്ടെങ്കിൽ അതിനു മുമ്പ് പറയുന്ന ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലൊക്കെ മാച്ച് ചെയ്യാൻ പറ്റാത്തത്, അത് സയൻറ്റിഫിക് ആയിട്ടോ വെസ്റ്റേണേഴ്സിൻ്റെ നോളജ് വെച്ചിട്ടോ അളക്കാൻ പറ്റാത്തൊരു കാലത്തിനേക്കാളും പഴക്കമുള്ളത് കൊണ്ടാവാം എന്നേ പറയാൻ പറ്റും. അപ്പം ഈ രണ്ടും ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. ഒന്ന് ആര്യൻ ഇൻവേഷൻ തിയറി. ഡോക്ടർ ഹോൾഡ് ഓൺ, നേരത്തെ ഈ ശിവൻ എന്നുള്ള സങ്കല്പത്തില് സാധാരണ ഇവിടെ ചിത്രങ്ങളിലാണെങ്കിലും കറുത്ത ഒരാളായിട്ട് അല്ലെങ്കിൽ നീല കളർ, നീല എനിക്ക് തോന്നുന്നു ചിത്രകാരന്റെ ഭാവനയുടെ ഭാഗമായിട്ട് കൊടുത്തതാണ്. പക്ഷെ എന്നാലും കറുത്ത ഒരു ദ്രാവിഡനായിട്ടാണ് ശിവനെ കൂടുതലും ചിത്രീകരിക്കുന്നത്. പക്ഷെ ശിവൻ ശരിക്കും ഹിമാലയത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, ഏതോ ഒരു കാലത്ത് ഒരു മനുഷ്യനായിരുന്നിരിക്കുമല്ലോ അദ്ദേഹം. അപ്പോ സ്വാഭാവികമായിട്ടും വെളുത്ത നിറത്തിലല്ലേ ഇരിക്കേണ്ടത്? അല്ല, എപ്പോഴും ഈ സങ്കല്പം എന്ന് പറയുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കവിതകളിൽ നിന്നാണ്. ആദ്യം കവിത വന്നു, പിന്നെ ചിത്രം വന്നിട്ടുണ്ടാവാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. അപ്പോൾ ആ കവിതകളിൽ നമ്മൾ പറയുമ്പോൾ ഓരോ ആൾക്കാരുടെയും നിറങ്ങളും, ഇപ്പം ചന്ദ്രൻ ജ്വലിച്ചു നിൽക്കുന്ന ശിവന്റെ രൂപം വരണമെങ്കിൽ ചന്ദ്രനും വെളുത്ത് അതേ വെളുപ്പിൽ ഒരു മൂണുണ്ടായാൽ അതിനൊരു ഭംഗിയുണ്ട്. ഭസ്മം, അതെ, ഈ ഭസ്മം പുരട്ടിയിട്ടുള്ള ഒരു ശിവന്റെ രൂപം നമ്മൾ കാണുമ്പോൾ അതിനേക്കാളും പിന്നെ ഭസ്മം എടുത്തു കാണിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണല്ലോ. ഇതൊക്കെ ചിത്രകാരന്മാരുടെ ഒരു കഥ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സാധാരണ പീറ്റർ ബ്രൂക്സിന്റെ മഹാഭാരതം കാണാൻ പറയാറ്. പീറ്റർ ബ്രൂക്സിന്റെ മഹാഭാരത കഥയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പീറ്റർ ബ്രൂക്സ് ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള അയാളുടെ കോസ്റ്റ്യൂംസ് സങ്കല്പങ്ങൾ തന്നെ അവരുടെ സങ്കല്പത്തിൽ എങ്ങനെയായിരുന്നു ഭാരതീയ ഭഗവാന്മാർ എന്നുള്ള തരത്തിലാണ്. പീറ്റർ ബ്രൂക്സിന്റെ നാടകത്തില് എനിക്ക് പേഴ്സണലി കോസ്റ്റ്യൂമിനെക്കാട്ടിലും തോന്നിയത് ഓരോ ആൾക്കാരുടെ, ഇപ്പം ഭീമൻ അതിലൊരു ആഫ്രിക്കൻ ഒരാളാണ്. മിക്കവാറും ആൾക്കാർ ഇപ്പം പരശുരാമനായാലും എല്ലാവരും അങ്ങനെയാണല്ലോ. കോസ്റ്റ്യൂം പിന്നെ യൂണിഫോംലി എല്ലാവർക്കും ആ വൈറ്റ് കോസ്റ്റ്യൂമാണ് കൊടുത്തിരിക്കുന്നത്. അല്ല, പക്ഷെ അവരുടെ ഹോൾ എപ്പിയറൻസും അവരുടെ സ്റ്റൈലും നമ്മൾ പറയുന്ന, ഇപ്പം നമ്മൾ മഹാബലി എന്ന് പറയുന്ന ഒരാൾ തടിച്ചിട്ടാണെന്ന് നമ്മൾ ആരോ ഒരാൾ വേഷം കെട്ടി തുടങ്ങിയത് കൊണ്ട് തോന്നിയതായിരിക്കും. അതല്ലാതെ മഹാബലി തടിച്ചിട്ടാണെന്ന് എവിടെ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് വളരെ ഫേമസ് ആയിട്ട് നമുക്ക് അടുത്ത കാലത്തൊക്കെ തോന്നിയിട്ടുള്ളതാവും. എന്ന് വെച്ചാൽ അത്രയൊന്നും പഴക്കമുണ്ടാവില്ല എന്നർത്ഥം. ഈ രൂപങ്ങൾക്കൊക്കെ രൂപവിവർജിതസ്യ ഭവതോ ധ്യായേനയത് കൽപ്പിതം സ്തുത്യ നിർവചനീയതാകില ഗുരോദേശി ദൂരീകൃതായന്മയാണ്. ഈ രൂപങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ സങ്കല്പങ്ങൾക്ക് ഒരു ഫിക്സേഷൻ വരുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്, അല്ലാതെ. അതുപോലെ ഈ ആര്യദ്രാവിഡ സങ്കല്പത്തിന്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിലും ആചാരങ്ങൾക്കും കുറെ വ്യത്യാസങ്ങൾ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ ദ്രാവിഡന്മാരുടെ ആചാരങ്ങള് ആര്യന്മാരെക്കാട്ടിലും പല കാര്യങ്ങളിലും വ്യത്യസ്തമാണ്. അങ്ങനൊരു ആചരിക്കുന്നതാണ് ആചാരം. അതെ അതെ. അത് അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ എന്താണ് അവരുടെ ഇപ്പൊ ചില ദിവസങ്ങൾ പ്രത്യേകമായി സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുള്ള ചില ദിവസങ്ങൾ, ഇപ്പം ഉത്തരേന്ത്യക്കാരുടെ
മേ ബി അവർ ഫോളോ ചെയ്യുന്ന കലണ്ടറിന്റെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷെ ഇപ്പൊ തിങ്കളാഴ്ച ദിവസമാണ് സൗത്ത് ഇന്ത്യൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വ്രതമൊക്കെ എടുക്കുന്നതെങ്കിൽ അവരത് തേഴ്സ്ഡേ ആണ് ആചരിക്കുന്നത്. ഈ ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ മിക്കവാറും കൺവീനിയൻസിനനുസരിച്ച് മാറ്റുന്ന, ആർക്കും എവിടെയും എപ്പോഴും മാറ്റാൻ പറ്റുന്ന ഒരു സങ്കല്പമാണ്. അത് ഒരു ഫിക്സ്ഡ് റൂളില്ല. എൻ്റെ തറവാട്ടിൽ നിന്നും, എൻ്റെ വീട്ടിൽ നിന്നും, എൻ്റെ കാസ്റ്റിൽ നിന്നും, എൻ്റെ ജാതിയിൽ നിന്നും, എൻ്റെ വർണ്ണത്തിൽ നിന്നും, എൻ്റെ ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷൻസിലേക്ക് മാറ്റാവുന്ന ആചാരം. അനുഷ്ഠാനങ്ങളാണ് ബേസിക്കലി കൃത്യമായിട്ടുള്ളത്, ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വീട്ടിൽ വന്നാൽ വെള്ളം കൊടുക്കുക എന്നുള്ള ഒരു എന്തെങ്കിലും കൊടുക്കുക, അദ്ദേഹത്തോട് ഇരിക്കാൻ പറയാം. ഞാൻ അയാളെ നിലത്തിരുത്തണോ കസേരയുടെ മുകളിലിരുത്തണോ എന്നുള്ളത്, അയാൾക്ക് വെള്ളം കൊടുക്കണോ, ചായ കൊടുക്കണോ, കാപ്പി കൊടുക്കണോ, ജ്യൂസ് കൊടുക്കണോ, ലിക്കർ കൊടുക്കണോ എന്നുള്ളത് ആചാരമാണ്. എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളത് അനുഷ്ഠാനം. അതുപോലെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ എന്ന് പറയുന്നത് ടോട്ടലി ഒരു വെസ്റ്റേൺ കലണ്ടർ സങ്കല്പമാണ്. പക്ഷെ ഡോക്ടർ, നമ്മളിപ്പം ഇതിന് മുന്നേ ഉള്ള ഓരോ ഈ ശ്ലോകങ്ങളിലൊക്കെ തന്നെ ശുക്രവാരേ, ശനിവാരേ എന്നൊക്കെ പറഞ്ഞ് നമ്മള് കേട്ടിട്ടില്ലേ? അപ്പൊ അത് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ അപ്പോ അതിന് ഒരു ഡോമിനൻസ്. ഇത് ബ്രിട്ടീഷുകാരല്ല, നമ്മുടെ ഈ ബ്രിട്ടീഷ് അല്ല, വോട്ടെവർ അഡ്മിനിസ്ട്രേറ്റീവ് പർപ്പസിന് ഈ അസ്ട്രോളജിയിലും നമ്മൾ കാണുന്ന ഈ ഇത്തരം ശ്ലോകങ്ങൾക്കൊന്നും കുറേ കാലത്തെ പഴക്കമുണ്ടാവില്ല. അതൊക്കെ പുതിയ കലണ്ടർ വന്നതിന് ശേഷം ആചാരങ്ങളുടെ ഭാഗമായിട്ടേ ശുക്രവാരം, ശനിവാരം എന്നൊക്കെ കാണുള്ളൂ. വേദങ്ങളിൽ എവിടെയും ശുക്രവാരം, ശനിവാരം ഒന്നും കാണില്ല. പക്ഷങ്ങളെ കാണുള്ളൂ, തിഥികളെ കാണുള്ളൂ. ഓക്കെ, ശുക്ലപക്ഷം എന്നൊക്കെ കാണാം. അതിൽ മൂണും സണ്ണും അത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ഒന്നും പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റും അല്ല. മൺഡേ രാവിലെ 6:20 സൂര്യൻ വരും, അടുത്ത മൺഡേ 6:20 വരും, എല്ലാ ട്യൂസ്ഡേയും 6:21 വരും എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് സൺഡേ, മൺഡേ, ട്യൂസ്ഡേക്ക് പ്രകൃതിയിൽ യാതൊരു കണക്ഷൻ ഇല്ലാത്ത ഒരു കാര്യവും ഭാരതീയ സങ്കല്പപ്രകാരം ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അതുകൊണ്ടാണ് നക്ഷത്രങ്ങളും തിഥിയും മാത്രം. അതുകൊണ്ടാണ് കൃഷ്ണന്റെ ബർത്ത്ഡേ എപ്പോഴാന്ന് ചോദിച്ചാൽ അഷ്ടമി രോഹിണിനെ പറയുള്ളൂ. അതല്ലാതെ ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ച. അത് നമ്മുടെ അത് അഷ്ടമിയും രോഹിണിയും കൂടെ വരുന്നത് എപ്പോഴും ഉണ്ടാവില്ല. മനസ്സിലാവും? അപ്പോൾ അങ്ങനെ അല്ലാതെ കൃഷ്ണന്റെ ബർത്ത്ഡേ തേഴ്സ്ഡേ ആണെന്ന് ഏതെങ്കിലും സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. അതിന് കാരണം അത് ഞാൻ പറയുന്നത്, അത് നമ്മൾ ഏതെങ്കിലും ഒരു കാലഘട്ടം, അതാ ഞാൻ പറഞ്ഞ ആചാരം മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ സാറ്റർഡേ ആണ് ശനി പൂജ എന്ന് വെക്കാൻ കാരണം, ഏറ്റവും കൂടുതൽ ഭജന നടക്കുന്നത് സാറ്റർഡേ കഴിഞ്ഞാൽ സൺഡേ ഹോളിഡേ ആകുമ്പോൾ അവർക്ക് റെസ്റ്റ് എടുക്കാന്നുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്കറിയോന്നറിയില്ല, ഗൾഫ് രാജ്യങ്ങളിൽ ക്രിസ്ത്യൻസിന്റെ സൺഡേ പ്രയർ നടക്കുന്നത് ഫ്രൈഡേ ആണ്. അതെന്താ കാരണം? കാരണം അവിടെ ഫ്രൈഡേ ആണ് ഹോളിഡേ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം അടുത്ത കാലത്താണ് സൺഡേ ഹോളിഡേ കൊടുക്കാൻ തുടങ്ങിയത് ഗൾഫിലൊക്കെ. അത് വെസ്റ്റേണേഴ്സിന്റെ ഇൻഫ്ലുവൻസ് വന്നപ്പോൾ. അപ്പോൾ അത് ആചാരമാണ്. അതല്ലാതെ ഒരു ഭഗവാനും ഞാൻ ചോദിക്കുന്നത്, ഭഗവാൻ എന്നൊരു വ്യക്തിക്ക് ഡേയും നൈറ്റും സൺഡേയും മൺഡേയും ഒന്നുമില്ലാത്ത ഒരാൾക്ക്, ഭൂമി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൻ്റെ പുറത്തിരിക്കുന്ന ഒരാൾക്ക്, സൂര്യൻ എന്ന ഒരു ഗ്രഹത്തിന്, ഒരു സൗരയൂഥത്തിനേക്കാളും മുകളിലാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്ന ഭഗവാന്, രാവിലെയും രാത്രിയും എന്ന് പറയുന്ന നമ്മുടെ സങ്കല്പങ്ങൾ മാറുമ്പോൾ, സാറ്റർഡേയും സൺഡേയും മാറുമ്പോൾ, അവിടെ അദ്ദേഹത്തിന് എന്ത് മൺഡേ ട്യൂസ്ഡേ? അങ്ങനെയാണെങ്കിൽ ശിവന് അല്ലെങ്കിൽ അയ്യപ്പന് ശനിയാഴ്ച മാത്രം ഡ്യൂട്ടി കൊടുത്ത്
തിങ്കളാഴ്ച ഒരു ഭഗവാന് ഡ്യൂട്ടി കൊടുത്ത് മറ്റേ ഭഗവാന് അത് സൗത്ത് ഇന്ത്യയിൽ ഡ്യൂട്ടി തിങ്കളാഴ്ച കൊടുക്കുക, പിന്നെ തേഴ്സ്ഡേ നോർത്ത് ഇന്ത്യയിൽ കൊടുക്കുക. അത് തീരെ ഇല്ലോജിക്കലല്ലേ? അതുകൊണ്ട് അല്ല, എൻ്റെ ഗുരു എപ്പോഴും പറയാറുള്ളത് ഈ പൂജാവിധികൾക്കും ഭഗവാന്മാർക്കും ഒക്കെ കലണ്ടർ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്താണ് ജ്യോതിഷരത്നം മാഗസീൻ തുടങ്ങിയതിന് ശേഷം എന്ന് പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. എന്നുവെച്ചാൽ അത്രയും പഴക്കേ ഉള്ളൂ. കാരണം ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയോണ്ടാണ് ഇത്ര അതോറിറ്റേറ്റീവ് ആയിട്ട് പറയുന്നത്. ഈ ചോദ്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറയാറുള്ളത് ഞാനും പൂജാരിയാണ്, ഒരാൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ സാറ്റർഡേ ചെയ്തോളാൻ പറയും. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഓരോ വ്യക്തിയും വന്നിട്ട് പിന്നെ തിരി കത്തിക്കാൻ വരികയെന്ന് വിചാരിക്കുക, എള്ളു തിരി ഓരോരാളും വന്നിട്ട് രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും 7 ദിവസവും ഇതിനായിട്ട് വഴിപാടുമായിട്ട് വന്നാൽ റസീഡ് എഴുതുന്ന ആൾ, ഇത് കത്തിക്കുന്ന ഒരാൾ, ഇയാൾക്കൊക്കെ പണിയുണ്ടാവും. അപ്പോൾ അത് ഒരു സമയം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ദിവസമല്ലേ ആൾ വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. അതല്ലാതെ ഇപ്പം ഞാൻ പറയാം, നട തുറക്കുക നട അടക്കുക എന്നുള്ളൊരു സങ്കല്പം ഞാൻ വഴിപാടിന് കൊടുത്താൽ അത് കൊണ്ടുപോയി പൂജാരി കഥകടച്ച് മന്ത്രങ്ങളൊക്കെ ചൊല്ലി അതർപ്പിച്ച് നട തുറന്ന് ആ പ്രസാദം എനിക്ക് തന്ന് അതിൻ്റെ കൂടെ എന്നിൽ തീർത്ഥമൊക്കെ തെളിച്ച് ഓരോരാൾക്കും വേണ്ടി ഇയാളിങ്ങനെ ചെയ്യേണ്ടതെന്നാലോ അപ്പൊ എന്ത് ചെയ്യും 8:30 നടയടക്കും, 9 മണിക്ക് തുറക്കും. അതിനു മുമ്പ് വഴിപാട് രസീറ്റ് ആക്കാനുള്ളവരൊക്കെ ആക്കുക. മനസ്സിലായി? ഈ ഒരു പ്രൊസീജിയർ ഉണ്ടാക്കിയിട്ടുള്ളത് ടോട്ടലി അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസിനാണ്. അത് ഓരോ സ്ഥലത്തും വ്യത്യാസമാണെന്ന് ആലോചിച്ചു. ഇപ്പം നമ്മൾ വിനായക ടെമ്പിള് കാസർഗോഡ് കഴിഞ്ഞിട്ടുള്ള അടുത്ത കാലത്ത് മുങ്ങിപ്പോയ സ്ഥലമുണ്ടല്ലോ, വെള്ളത്തിലൊക്കെ മുങ്ങിപ്പോയിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ആദ്യം പൂജാരി വന്ന് അവിടെയുള്ള ഏറ്റവും താഴേക്കടയിൽ എന്ന് വിശ്വസിക്കുന്ന, താഴെ മുകളിലൊന്നും നമ്മൾ പറയാൻ പാടില്ല, പക്ഷെ ആ ഒരു കാറ്റഗറിയിൽ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്നവർക്ക് ആദ്യം ഇല കൊടുത്ത് ഭക്ഷണം കൊടുത്ത്, അത് കഴിഞ്ഞ് അതിന് മുകളിലുള്ള കാസ്റ്റ് കൊടുത്ത്, അത് കഴിഞ്ഞ് ബ്രാഹ്മണൻ കഴിച്ച്, അത് കഴിഞ്ഞിട്ടാണ് ഭഗവാന് പ്രസാദം കൊടുക്കുന്നത്. ആ എല്ലായിടത്തും ആചാരം ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. കാസർഗോഡ് കഴിഞ്ഞ് നമ്മൾ ഗോവ പോകുന്ന സമയത്ത് ഗോകർണം ഭാഗത്തൊരു ക്ഷേത്രത്തിൽ 6 മാസം ബ്രാഹ്മണനും 6 മാസം OBC-യോ SC-യോ ST-യോ കാറ്റഗറിപ്പെട്ടിട്ടുള്ളവരാണ് പൂജ ചെയ്യുന്നത്. അതങ്ങനെ ഡിവൈഡ് ചെയ്തു. അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് അങ്ങനെയാണ് ഒരു പതിവുണ്ടാക്കിയത്. ഇതൊക്കെ ആചാരങ്ങളാണ്. ഇതാര് ചെയ്യണം എന്നുണ്ടാക്കിയതും ആചാരമാണ്, ആര് ചെയ്യരുത് എന്ന് പറഞ്ഞതും ആചാരങ്ങളാണ്. അതല്ലാതെ ഞാൻ ചോദിക്കുന്നത്, ഒരു വ്യാസൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ വാത്മീകി എന്ന് പറയുന്ന അധസ്ഥ വർഗ വിഭാഗം എന്നൊക്കെ ഇന്ന് നമ്മൾ പറയുന്ന കാറ്റഗറി പെട്ടിട്ടുള്ള ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ലാലു പ്രസാദ് യാദവിൻ്റെ ഗ്രൂപ്പ് പെട്ടിട്ടുള്ള OBC ആയിട്ടുള്ള ഒരു മനുഷ്യനെ, അദ്ദേഹത്തെ നമ്മൾ രാജാവായിട്ടും മഹാഋഷിയായിട്ടും ബ്രാഹ്മണന്മാരെക്കാളും മുകളിലായിട്ടും ഒക്കെ സങ്കല്പിക്കുന്ന ഒരു കാലം ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ കാറ്റഗറൈസേഷനും ഈ ഡിവിഷനും ഈ ഒബ്സ്ട്രക്ഷൻസും റെസ്ട്രിക്ഷൻസും ഒക്കെ വന്നിട്ടുള്ളത് പിന്നീട് ആഡ് ചെയ്തിട്ടുള്ള ചില മനുഷ്യന്മാരുടെ സ്വാർത്ഥത കൊണ്ടുണ്ടായിട്ടുള്ളതാവും മാത്രമേ പറയാൻ പറ്റൂ. അതല്ലെങ്കിൽ സ്വഭാവ പ്രഭവയ ഗുണേ, സ്വഭാവമനുസരിച്ച് മനുഷ്യന്മാരെ കാറ്റഗറൈസ് ചെയ്യുന്നു എന്ന് ഭഗവത്ഗീതയിൽ, അത് ആ കാലഘട്ടത്തിൽ കൃഷ്ണൻ പറഞ്ഞു പോയതായിരിക്കും ചിലപ്പോൾ. അതിനു മുമ്പുള്ള ഒരു ത്രേതായുഗ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് പറയുന്നത്. അത് ഈ കാലഘട്ടം വരുമ്പോഴത്തേക്കും അങ്ങനെ പറയേണ്ടി വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാറ്റഗറൈസേഷൻ ഒന്നും അല്ല ഇന്നിപ്പം നമ്മൾ പറയുന്ന
കാറ്റഗറൈസേഷൻ. ഇപ്പം നമ്മൾ ഉഗാദി എന്ന് പറഞ്ഞ് കർണാടകയിലും ആന്ധ്രയിലും ആഘോഷിക്കുന്നു. അത് മാർച്ച് മാസത്തിലാണ് വരിക. അതേ ഉഗാദി തന്നെയാണ് വിഷു ആയിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും ആഘോഷിക്കുന്നത്. അത് ഏപ്രിൽ മാസത്തിലാണ് വരിക. അവ തമ്മിൽ ഒരു 10-20 ദിവസത്തിന്റെ ഡിഫറൻസ് ഒക്കെ ചിലപ്പോൾ വന്നു എന്ന് വരാം. അതിന് കാരണം ഈ കമ്പ്യൂട്ടേഷനിൽ ഉണ്ടായിരുന്ന കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടേഷനിൽ ഉണ്ടായിട്ടുള്ള എററാവും. അല്ലെങ്കിൽ യുഗം ഒന്ന് തന്നെയാണ്, ഉഗാദി തന്നെയാണ് യുഗാദി. ആ യുഗ ആദി തന്നെയാണ് നമ്മുടെ വിഷു ആയിട്ട് നമ്മൾ ആഘോഷിക്കേണ്ടിയിരുന്നത്. പക്ഷെ അത് എല്ലാം ബൈശാഖി വരുന്നത് വിഷുവിന്റെ ദിവസം തന്നെയാണ്. ആസാമില് ബിഹു. അത് പക്ഷെ ഒരു കൾച്ചറൽ ആക്ടിവിറ്റിയാണ്. ഇതൊക്കെ റിലേറ്റഡ് ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ ബൈശാഖി ദിവസത്തിലാണ് ഉണ്ടായിരുന്നത്. അന്ന് ഏപ്രിൽ 14 തീയതി വിഷുവിന്റെ ദിവസം. അതേ ദിവസം അതേ ഡേറ്റിനാ വന്നത്. അപ്പൊ ചില സമയത്ത് ഇതൊക്കെ നമ്മൾ ഒബ്സർവേഷൻ സൂര്യ ചന്ദ്ര 2 കലണ്ടറുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് ഈ ബോർഡർ ഏരിയ മുതൽ സെൻട്രൽ ഇന്ത്യ വരെയുള്ള കാണുന്ന ദിവസം. ഇപ്പം നമ്മളിപ്പം മുസ്ലിംസിൻ്റെയൊക്കെ ദിവസം ചന്ദ്രൻ ഇന്ന ദിവസം കണ്ടു മറ്റേ ദിവസം കണ്ടു എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമല്ലോ. അതുപോലെ നമ്മൾ നക്ഷത്രങ്ങൾ വെച്ച് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നാഴിക വിനാഴികയൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റാർ തന്നെ 2 വരും. ഇങ്ങനെയുള്ള എറേഴ്സ് പലപ്പോഴും ആഡ് ചെയ്ത് വന്നപ്പോൾ അതിനെ ഒരു കറക്ഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇനി ഇതൊക്കെ കൊണ്ടുവന്നാലും കൊണ്ടുവന്നില്ലെങ്കിലും ആകെ ഉണ്ടാകുന്ന ഡിഫറൻസ് നമ്മൾ ആലോചിച്ചൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുള്ള ഇത്തരം ആചാരങ്ങൾ തമ്മിൽ കമ്പ്യൂട്ടേഷനിൽ എറർ ഉണ്ടെങ്കിൽ പോലും 20 ദിവസത്തെ എററല്ലേ വരുന്നുള്ളൂ. അതും ഒരു ചക്രം കടന്ന് അടുത്ത ചക്രം വരുമ്പോഴത്തേക്കും ചിലപ്പം 3 ദിവസത്തെ ഡിഫറൻസിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ സൂര്യചന്ദ്രന്മാരുടെ അടുപ്പവും അകൽച്ചയും അനുസരിച്ച് വോഗ്ലിംഗ് അല്ലേ നമ്മൾ പറയാ, നേരിട്ടല്ലല്ലോ, വോഗ്ലിംഗ് അല്ലേ. അതൊക്കെ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ പോകുന്ന സൂര്യനും ചന്ദ്രനൊന്നും പോകുന്ന ശരിക്കും യഥാർത്ഥത്തിൽ സർക്കിളിലും എലിപ്സിലൊന്നും അല്ലല്ലോ. അത് വല്ലാണ്ട് ആടി ഒലഞ്ഞിട്ട് പോകുന്നൊരവസ്ഥയല്ല. നമ്മൾ വരയ്ക്കുമ്പോഴും മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷനും അല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ആ കമ്പ്യൂട്ടേഷനിൽ മാത്തമാറ്റിക്കൽ വരുമ്പോൾ ഉണ്ടാവുന്ന എറേഴ്സ് പോസിബിളി ഇറ്റ് ഈസ് ദർ. അത്രയ്ക്ക് പറയാം. അതുപോലെ ഡോക്ടർ എഴുതിയ ഈ ദശമഹാവിദ്യ എന്ന പുസ്തകമില്ലേ, അത് എഴുതാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഞാൻ പ്രഭാഷണങ്ങൾ ഇപ്പം ദശമഹാവിദ്യ അല്ലാതെ ഒരുപാട് ദശമഹാവിദ്യ എന്ന് പറഞ്ഞാൽ മെയിൻലി ദേവിയാണല്ലോ. അതെ, കുറെ ഇഷ്ടംപോലെ എഴുതാൻ പറ്റിയ ടോപ്പിക്കുകളുണ്ട്. എഴുതാൻ്റെ കാരണം എന്തുകൊണ്ട് ദശമഹാവിദ്യയിൽ എത്തി? അത് വളരെ സിമ്പിളാ. ഞാൻ എന്താ കാരണം എന്ന് വെച്ചാൽ മാതാമൃതാനന്ദമയുടെ കുറേ കേരളത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഗോപാലകൃഷ്ണൻ, ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ്റെ ഒരു ഇൻഫ്ലുവൻസോടുകൂടി കുറേ സ്ഥലത്ത് തന്നെ പ്രഭാഷണത്തിന് വിളിക്കുകയും അങ്ങനെ ഒരു ഏറ്റവും നല്ല പബ്ലിക്കിന് ഞാൻ കൊടുത്തിരുന്നൊരു പ്രഭാഷണം എന്ന് പറയുന്നത് എറണാകുളത്താണ്. എറണാകുളത്ത് കൊടുത്ത പ്രഭാഷണം ആണ് മാതാമൃതാനന്ദമയി മഠത്തിലെ സ്വാമിയെയും MRS മേനോൻ, ഇപ്പം ലക്ഷ്മി ശങ്കർ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന അവരുടെ അമ്മാവൻ. അന്ന് ലക്ഷ്മി ശങ്കർ ചെറിയ കുട്ടിയാണ്, കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇപ്പം വലിയ പ്രഭാഷകയും അമൃത ടി വിയിലൊക്കെ സ്ഥിരമായിട്ട്. അവൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവളും അവളുടെ അമ്മാവനും അമൃതയിലുണ്ടായിരുന്ന ഇപ്പോഴത്തെ അമൃത മഹാവിദ്യാലയത്തിൻ്റെ ഡയറക്ടറും അവിടുത്തെ ഒരു സ്വാമിയും അങ്ങനെ 4-5 പേര് എന്നെ കാണാൻ ഇരിങ്ങാലക്കുട വരികയാണ്. എൻ്റെ പ്രഭാഷണം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഉടനെ എന്നെ ക്ഷണിക്കുന്നത് മാതാമൃതാനന്ദമയുടെ ബർത്ത്ഡേ സെലിബ്രേഷന് സ്പീക്കറായിട്ട് വരണമെന്നാണ്. അങ്ങനെയാണ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ഞാൻ പോകുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് എനിക്ക് മസ്കറ്റിൽ മാതാമൃതാനന്ദമയുടെ 50th ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് ഞാൻ പോയി. 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു, ചീഫാണോ നോൺ ചീഫാണോ എന്നറിയില്ല. ആ ഒരു സെലിബ്രേഷനിൽ ഞാനും, അത് സീരീസ് ഓഫ് ലെക്ചേഴ്സ് ആയിരുന്നു, 5 ദിവസത്തെ ടോക്കുകൾ. അതിൽ ഞാനും എൽ ഗിരീഷ് കുമാർ, അമൃത ടി വിയിലെ ദേവി സങ്കല്പത്തെ കുറിച്ചൊക്കെ
അപ്പോൾ അന്ന് അദ്ദേഹം വലിയ മുടിയൊക്കെ വളർത്തി ജുബയൊക്കെ ഇട്ട് ഇന്ന് കാണുന്ന അതേപോലെയാണ്. ഞാൻ അതുപോലെയല്ല. ഞാൻ ഒരു ഹാഫ് ഖദറിൻ്റെ ഷർട്ടാണെന്ന് ഞാൻ സ്ഥിരമായിട്ട് ധരിച്ചുകൊണ്ടിരുന്നത്. ഖദറിൻ്റെ ഹാഫ് ഷർട്ടും സാധാരണ പാൻസും ഒക്കെ. അപ്പം ഞാനും ഗിരീഷ് കുമാറും കൂടിയാണ് പോണത്. അപ്പം ഗിരീഷ് കുമാർ ദേവി ഉപാസകനാണ്. അപ്പം ഞങ്ങൾ 10 ദിവസം കൂടെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പഠിക്കാമെന്നറിയാമോ? അല്ലേ? അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഐ ഷുഡ് ഗോ ഡീപ്പർ ഇൻ ദാറ്റ്. അദ്ദേഹത്തിൻ്റെ അടുത്തു നിന്നാണ് ഇനീഷ്യേറ്റീവായിട്ട് എനിക്ക് ദശമഹാവിദ്യ എന്ന വാക്ക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എൽ ഗിരീഷ് കുമാറാണ്. ഈ ദേവി സങ്കല്പത്തിൽ തന്നെ ദേവി ആരാധന പല രീതിയിലുണ്ടല്ലോ. കുറേ ഉണ്ട്. ഇപ്പൊ കാശ്മീരി സങ്കല്പങ്ങൾ പോലെ വ്യത്യസ്തമായിട്ടുള്ള കുറേ സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ അതിൽ നല്ല ഡീപ്പായിട്ട് നോളജുള്ള കേരളത്തിലെ ഒരു വ്യക്തിയുടെ കൂടെ 10 ദിവസം രാപ്പകൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, അതും ഞങ്ങൾ രണ്ടാളും കൂടെ പ്രഭാഷണങ്ങൾ, ഞങ്ങൾ തമാശയും കുറേ രസകരമായ അനുഭവം ഉണ്ടായിട്ടുള്ളൊരു യാത്രയാണത്. കാരണം ചില സ്ഥലത്തൊക്കെ ഞാനായിരുന്നു ചീഫ് സ്പീക്കർ. അത് അക്കാഡമിക് ഒക്കെ വരുന്ന സമയത്ത് ഞാനാണ്. അത് വെറും ടെമ്പിൾ പ്രോഗ്രാം മാത്രമല്ല, സ്കൂളിൽ അക്കാഡമിക് പ്രോഗ്രാംസ്, കുട്ടികളിൽ സയന്റിഫിക് ഹെറിറ്റേജ്. കാരണം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ ഒരു ഇനീഷ്യേറ്റീവിലാണ് മാതാമൃതാനന്ദമയുടെ പ്രോഗ്രാം ആയാലും ഇതായാലും ഒക്കെ കമ്പൈൻഡ് ആയിരുന്നു ആ കാലത്ത്. വളരെ ക്ലോസ് ആയിട്ടാണ് മാതാമൃതാനന്ദമയും ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ്റെയും അങ്ങനെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ പല സ്കൂൾ പ്രോഗ്രാംസ് ഉണ്ട്. അക്കാഡമിക്കിൽ കുട്ടികളെ ഇന്ത്യൻ സയൻറ്റിഫിക് ഹെറിറ്റേജിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ, ടീച്ചേഴ്സിനുള്ള ക്ലാസ്സുകൾ. അപ്പം ആ അക്കാഡമിക് പ്രോഗ്രാമൊക്കെ ഞാനാണ്. ഈ ഇന്നത്തെ പോലെ ടി വിയിലോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഡോക്ടർ TPS ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് എവിടെയെങ്കിലുമൊക്കെ നെറ്റിൽ നോക്കിയാൽ എന്നെ കാണാം. ആ കാണാത്തൊരു കാലത്ത് പ്രഭാഷണത്തിന് ഡോക്ടർ TPS ശിവകുമാറിനെ വിളിക്കുന്നു, നോട്ടീസൊക്കെ അടിച്ചു. ഇന്നത്തെ പോലെ പടമൊന്നും വെച്ചിട്ടല്ല അന്ന് അടിക്കുക സാധാരണ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോകുന്നു. ഞാൻ പോകുന്നിടത്തൊക്കെ അയാളും പോകും, അയാൾ പോകുന്നിടത്തൊക്കെ ഞാനും പോകും. അപ്പോൾ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ്റെ എപ്പിയറൻസിൽ കാണുമ്പോൾ ഒരു ചീഫ് ഗസ്റ്റ് ആവാനൊക്കെയുള്ള യോഗ്യനായിട്ടുള്ളത് ഗിരീഷ് കുമാറാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ട് പിന്നാലെ പോത്തൊരു വ്യക്തിയെ പോലെയൊക്കെയാണ് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ഗിരീഷ് കുമാറിനെ വിളിക്കുന്നു, കൊണ്ടിരുത്തുന്നു, ബഹുമാനിക്കുന്നു. നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് പോയിട്ട് അസിസ്റ്റൻ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അവസാനം ഒരു സ്കൂളിൽ പോയ സമയത്ത് എനിക്ക് ഓർമ്മയുണ്ടത്, വാടി കബീറിൽ ഇന്ത്യൻ സ്കൂളിൽ പ്രഭാഷണത്തിന് വിളിച്ച സമയത്ത് അങ്ങനെ ഡോക്ടർ TP ശശികുമാർ വെൽക്കം ടു ദ സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട് കൈ കാണിക്കുന്നത് ഗിരീഷ് കുമാറിൻ്റെ മുഖത്താണ്. അപ്പോൾ ഗിരീഷ് കുമാർ ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട് പലപ്പോഴും. ഞാൻ പറഞ്ഞു ലെറ്റ് us എൻജോയ് ദിസ് ഷോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചെത്താണ്. അങ്ങനെ പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നില്ല. പ്രിൻസിപ്പൾക്ക് അന്ന് എന്തോ ഒരു വിസിറ്റേഴ്സും കുറേ ഇൻസ്പെക്ഷനൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഷീ വെൻ്റ് അവേ. അതിന് ചാർജ് കൊടുത്തത് സംസ്കൃതം അധ്യാപകയ്ക്കാണ്. അവർ നന്നായിട്ട് സംസ്കൃതത്തിലൊക്കെയാണ് ഇൻവിറ്റേഷനും ഒക്കെ പറഞ്ഞതും സ്റ്റേജിൽ അങ്ങനെ പറഞ്ഞത്. ഇന്ത്യൻ ഹെറിറ്റേജ് ഒക്കെ ആണല്ലോ. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടൊന്നുമില്ല, പക്ഷെ നമ്മളെ വിളിച്ചു എന്നുള്ളത് മനസ്സിലായി. ഞാൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ആ പോയ സമയത്താണ് അവർക്ക് ഇങ്ങനെ വലിയ അത്ഭുതം, ഇയാളാണ് ഈ ഡോക്ടർ. ഫൈൻ. അപ്പോൾ എൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ കമ്പൈൻഡ് ആയിട്ട് ലഞ്ചാണ്. ഈ എനിക്ക് തോന്നുന്നു CBSEയുടെ ഗ്രൂപ്പോ അങ്ങനെ എന്തോ ഒരു ഇൻസ്പെക്ഷനാണ് നടക്കുന്നത്. അവരുടെ ഒഫീഷ്യൽസും പ്രിൻസിപ്പളും സംസ്കൃതം ടീച്ചർമാരും കുറേ സീനിയർ ടീച്ചർമാരും ഞങ്ങളെ കൊണ്ട്, സംസ്കൃതം ടീച്ചറും നമ്മളെയൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഉടനെ തന്നെ പ്രിൻസിപ്പൾ പോയിട്ട് ഗിരീഷ് കുമാറിനോട് തൊഴുതുകൊണ്ട് പറയാണ് യുവർ ടോക്ക് വാസ് ഫെൻറ്റാസ്റ്റിക് എന്നൊക്കെ. അവർക്കിപ്പോഴും അറിയില്ലല്ലോ ആരാ സംസാരിച്ചത്. അപ്പോൾ ഗിരീഷിന് രസഗുള കൊണ്ടു കൊടുക്കണു, നല്ലോണം റെസ്പെക്ട് ചെയ്യുന്നു. അവസാനം പോകാനാകുമ്പോൾ ഗിരീഷ് കുമാർ പറഞ്ഞു ഞാനല്ല കേട്ടോ, ഇദ്ദേഹമാണ് ശശികുമാറിൻ്റെ. അന്നൊക്കെ നമുക്ക് നല്ല വീഡിയോ ഉണ്ടെങ്കിൽ ആ എക്സ്പ്രഷനൊക്കെ ശരിക്കും ക്യാപ്ചർ ചെയ്യാമായിരുന്നു. അങ്ങനെ കുറേ രസകരമായ അനുഭവങ്ങളുണ്ടായിരുന്നു നമുക്ക്. അതുപോലെ ഈ ദേവിയുടെ സഹസ്രനാമം ചൊല്ലുമ്പോൾ അതൊക്കെ ഈ എൽ ഗിരീഷ് കുമാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അനുഭവങ്ങളാണ്. അപ്പം വളരെ ഡീപ്പായിട്ട് ദേവീ സങ്കല്പത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും എനിക്കത്ര മനസ്സിലായെന്നറിയില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഡീപ്പായിരുന്നു അന്ന്. പിന്നെയാണ് ഞാനിത് വായിച്ച് പഠിച്ച് കുറേ ഉണ്ടാക്കി
അപ്പം എന്ത് വായിക്കുമ്പോഴും ഡോക്യുമെൻ്റ് ചെയ്യാൻ. ഇന്നലെ ശ്രീലങ്കയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. 2 മണിക്കൂർ 1.25 മണിക്കൂറോളം നമ്മൾ ഡിസ്കഷൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു 20 മിനിറ്റ് കൊണ്ട് യു വിൽ ഗെറ്റ് എ മിനിറ്റ്സ് ഓഫ് ദ ടോക്ക്. 20 മിനിറ്റ് കൊണ്ട് എന്താണോ നമ്മൾ ഡിസ്കസ് ചെയ്തത് അതിനെക്കുറിച്ച് ഡോക്യുമെന്റ് ഉണ്ടാക്കി ഞാൻ അയക്കും. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ആ മിനിറ്റ്സ് ഉണ്ടാക്കി അയക്കണ സമയത്ത് അതിൽ ഡിസ്കസ് ചെയ്ത എല്ലാ സംഭവങ്ങളും അതിനകത്ത് ഞാൻ ചെയ്യും. അതുപോലെ വായിക്കുന്ന സമയത്തും പഠിക്കുന്ന സമയത്തും ഒക്കെ ഇതിനെക്കുറിച്ചൊക്കെ എഴുതി ഉണ്ടാക്കിയപ്പോഴാണ് നോട്ട്സ് ഒരു ബുക്കാക്കണം എന്ന് തോന്നിയത്. അതേ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു മലയാളത്തിലെ വിവേകാനന്ദ ഈ ദശമഹാവിദ്യ എഴുതാനായിട്ട് വേറെ ഏതെങ്കിലും ഉപാസകരെ സമീപിച്ചിട്ടുണ്ടോ? ഇല്ല. ആ സമയത്ത് എനിക്ക് ഒരു ഗുണം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഈ കാശ്മീരി ശൈവിസത്തിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറേ ആൾക്കാർ ഡൽഹിയിൽ എന്നെ കാണുമായിരുന്നു. ഡോക്ടർ, കാശ്മീരി ശൈവിസം എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? ഈ നമ്മുടെ ഒരു മെഡിറ്റേറ്റീവ്, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഡീപ്പറായിട്ടൊന്നും എനിക്കറിയില്ല, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില സംഭവം നമ്മളിപ്പം മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ ഓരോ തലത്തിൽ നമുക്ക് നമ്മുടെ എനർജിയെ പുറത്തെടുക്കാൻ പറ്റും. അത് ഡീപ്പ് സ്ലീപ്പിലാവുന്ന സമയത്ത് നമുക്ക് എന്ത് എനർജിയാണോ നമുക്ക് കിട്ടുന്നത്, അത് ശ്വാസത്തെ മാത്രം അല്ലെങ്കിൽ നമ്മുടെ പ്രക്രിയകളെ മാത്രം കിട്ടുന്നൊരു അതേ വ്യക്തിക്കാണ് വളരെ പവർഫുൾ ആയിട്ടുള്ള ചില സംഭവങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് എൻ്റെ എനർജിയാണ്. അത് എൻ്റെ എയറിനെ എങ്ങനെ പുഷ് ചെയ്യണം എന്ന് കിട്ടുന്ന ആ എനർജി എന്ന് പറയുന്ന സംഭവത്തെ വ്യത്യസ്തമായ തലങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. അത് എൻ്റെ ഹൃദയത്തിൻ്റെ ആണോ, എൻ്റെ ത്രോട്ടിൻ്റെ ആണോ? അതായത് വൈറ്റൽ ഓർഗൻസ് മാറ്റാൻ പറ്റും. എന്തിന്റെ എനർജിയാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റും. അത് ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. ഞാനിപ്പം എൻ്റെ ത്രോട്ടിലൂടെ ശബ്ദം പോണം എന്നൊരു ഫീലിങ്ങോട് കൂടിയൊന്നും അല്ലല്ലോ ഞാൻ സംസാരിക്കുന്നത്. ഇത് ഹൈലി മെഡിറ്റേറ്റീവാണ്. ഈ ഹൈലി മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള സങ്കല്പത്തെ വളരെ ഫിലോസഫിക്കലായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളറകളിൽ എങ്ങനെയാണെന്നൊക്കെ വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രമാണ് ശരിക്കും ശൈവിസം. അത് മെഡിറ്റേറ്റീവ് പവർ എന്ന് പറയുന്നത് അത്രയും പവർഫുൾ ആണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കാശ്മീരി ശൈവിസം പഠിക്കണം എന്നറിയാം. അപ്പൊ ഈ ശങ്കരാചാര്യര് അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത്, അദ്ദേഹം അങ്ങനെ ഒരു ബ്രാഞ്ച് ശൈവിസം അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം വേദങ്ങളുടെയൊക്കെ അന്തം പഠിച്ചിട്ടുള്ള വ്യക്തിയല്ലേ. ആ വേദാന്തം പഠിക്കുന്ന സമയത്ത് നമ്മൾ ശൈവേറ്റാണ് അല്ലെങ്കിൽ ശങ്കരൻ്റെ ഗുരു ശിവനാണ് എന്നൊക്കെ പറയുന്ന സമയത്തും അതിന് കാരണം എന്താ വെച്ചാൽ വിഷ്ണുവായാലും ബ്രഹ്മാവായാലും ഏത് ഭഗവാൻ ഭഗവതിമാരായാലും അൾട്ടിമേറ്റ്ലി ഇതെല്ലാം ആദിപരാശക്തിയിലാണ്. ആദിപരാശക്തിയുടെ തൊട്ടടുത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സങ്കല്പത്തിൽ വരിക ശിവൻ തന്നെയാണ്. അപ്പോൾ ആദിപരാശക്തിയിൽ എത്തണമെങ്കിൽ അതിന് തൊട്ടടുത്തെത്തേണ്ടത് ശിവനാണ്. അപ്പോൾ ബാക്കി ആരെത്തുന്നതിനേക്കാളും ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ആരെത്തിയെന്ന് ചോദിച്ചാൽ ശങ്കരാചാര്യ ശിവനിലെത്തി എന്ന് പറയുന്നത്. അതും പോരാന്ന് പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തെ സൗന്ദര്യലഹരിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഐ റീച്ച്ഡ് ദ മദർഹുഡ് എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയിലേക്ക് ശങ്കരാചാര്യർ എത്തിക്കണമെങ്കിൽ, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കണമെങ്കിൽ, ഇതൊന്നും ശങ്കരാചാര്യർ പറഞ്ഞതല്ലോ ഞാൻ ശൈവേറ്റാണ് ഞാൻ അങ്ങനെയാണെന്ന്. അദ്ദേഹത്തിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന അതെ. അതുകൊണ്ടാണ് നമ്മളൊക്കെ ചൊല്ലുമ്പോൾ സദാശിവ സമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മത് ആചാര്യപര്യന്തം. അപ്പൊ തുടങ്ങുന്നതൊക്കെ അവിടെയാണ്. അപ്പം ആദിപരാശക്തിയും ശിവനും ചേർന്നിട്ടുള്ള ആ ഒരു സങ്കല്പത്തിലാണ് ദ പെനൾട്ടിമേറ്റ് എന്ന് പറയുന്നത്. അതിൽ സൂപ്പർ സീനിയർ ശിവനാന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ആദിപരാശക്തി ആണ് ദ അൾട്ടിമേറ്റ്. ആദിപരാശക്തിയെ ഏറ്റവും കൂടുതൽ ഭജിച്ചിട്ടുള്ളത് ആരാണ്? അമ്മയുടെ തൊട്ടടുത്ത മൂത്ത പുത്രൻ ആരാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ശിവനാണെന്ന് പറയുന്നത്. അങ്ങനെ ഒരു സീനിയോറിറ്റി ശിവനുണ്ട്. അതുകൊണ്ടാണ് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അൾട്ടിമേറ്റ്ലി ഇപ്പം രാമന്റെ കഥ നമ്മളൊക്കെ പറഞ്ഞു തരുന്നത് വിഷ്ണു അല്ലല്ലോ, മനസ്സിലായി? എല്ലാം ശിവനില്ല. പിന്നെ നമ്മുടെ എനർജി എന്ന് പറയുന്നത് നമ്മൾ ഉണരുമ്പോഴല്ല,
അതെ ആ എനർജി എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യുന്നത് സമാധിയിലാണ്. അത് ഇത്രയും ഡീപ്പായിട്ടും ഇപ്പം നമ്മളിപ്പം സാധാരണ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ അറിയുന്നില്ലല്ലോ ഞാൻ സംസാരിക്കുന്നത് പോലും. അതിലപ്പുറം പിന്നെ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. അല്ല, അങ്ങനെ അത് എന്നെ കുറെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ എത്തുന്നത് അങ്ങനെ. അത് മാത്രമല്ല, ഞാൻ ആദിപരാശക്തി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ. എനിക്ക് ഓർമ്മയില്ല, ഞാൻ അന്നൊക്കെ അത് പ്രിന്റ് ചെയ്തിട്ട് ഇൻഡോളജിക്കൽ പ്രസ്സാണ് ചെയ്തത്. ആദിപരാശക്തി എന്ന് തന്നെയാണ് പുസ്തകത്തിൻ്റെ പേര്. അന്ന് ഞാൻ എഴുതുക, കൈപ്രതിയായിട്ട് എഴുതിയിട്ട് കൊടുക്കുക, അത് ടൈപ്പ് ചെയ്യുക, അത് പ്രിന്റ് ചെയ്യുക എന്നല്ലാതെ. എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് തന്നെ ഒരു കോപ്പി എവിടെ ഉണ്ട്. ഇത്രേ ഉള്ളൂ. ആദിപരാശക്തി എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ദശമഹാവിദ്യ ദശമഹാവിദ്യ അല്ല, ദശമഹാവിദ്യ എഴുതുന്നതോടുകൂടി തന്നെ ഞാൻ എഴുതിയതാണ് ആദിപരാശക്തി. ആ കാലത്ത് തന്നെയാണ് അതും ഏകദേശം എഴുതിയിട്ടുണ്ടാവും. അതുപോലെ ശിവരാത്രിയെ കുറിച്ചുള്ള സങ്കല്പത്തെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്. അങ്ങനെ മലയാളത്തിൽ കുറെ എഴുതിയിട്ടുണ്ട്. അതൊന്നും എൻ്റെ അടുത്ത് തന്നെ ഇല്ല എന്ന് മാത്രം. അല്ല, ചില ക്ഷേത്രങ്ങളിലൊക്കെ എവിടെയെങ്കിലൊക്കെ 50 പൈസക്കോ 1 രൂപയ്ക്കൊക്കെ വിറ്റിരുന്ന, അല്ലെങ്കിൽ 10 രൂപക്കൊക്കെ വിറ്റിരുന്ന കാലൊക്കെ ഉണ്ടാവും. അതിൽ ചിലതൊക്കെ പലരും അത് കോപ്പി ചെയ്ത് അവരുടേതാക്കി മാറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ ഇപ്പം ഇത് ഇൻഡോളജിക്കൽ ട്രസ്റ്റ് നിത്യശ്ലോകങ്ങൾ തോന്നിട്ട് ഇതേ സാധനം, അതെ, ഇതേ സാധനം തന്നെ വേറെ ആരോ നിത്യശ്ലോകങ്ങൾ തോന്നിട്ട് അടിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ എൻ്റെ തന്നെയാണ്, പേരെൻ്റെ തന്നെയാണ് കേട്ടോ. പബ്ലിഷർ വേറെയാണ്, ബുക്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ബുക്കുകളുണ്ട്. ഈ ദശമഹാവിദ്യയില് അതൊരു യുണീക്ക് ബുക്കായിട്ട്, വളരെ റെയറായിട്ട് മേ ബി ഒരു 5 കൊല്ലത്തിലൊരു പ്രാവശ്യമൊക്കെ ഏതെങ്കിലും ഒരാൾ എവിടുന്നെങ്കിലുമൊക്കെ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് എന്നെ വിളിക്കാറുണ്ട്. അദ്ദേഹം ഈ പുസ്തകം കണ്ടിട്ടാണ് വിളിക്കുക. ഡോക്ടർക്ക് ദശമഹാവിദ്യകൾ ഡോക്ടർക്ക് ഏറ്റവും പേഴ്സണലി എന്താണ് ഡിവോഷൻ അല്ല, ഒരു വളരെ ക്ലോസ് ആയിട്ട് തോന്നിയത് ഏത് വിദ്യയാണ്? അല്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മൾ അത് ശരിക്ക് ഞാൻ ആ ബുക്കിൽ എഴുതിയിട്ടുള്ളത്, ഒന്ന് യന്ത്രം, ഒന്ന് തന്ത്രം, ഒന്ന് കുറച്ചൊരു സൈക്കോളജീൻ്റെ ടച്ച് അതിനകത്തുണ്ട്. നമ്മൾ ഓരോ പ്രായത്തിലാണ് ഓരോ ദേവീ സങ്കല്പത്തെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരാളെ കാണുമ്പോൾ നമുക്ക് തോന്നുന്ന, ആ സമയത്ത് നമുക്ക് പിന്നെ ധൂമാവതിയെ കുറിച്ചൊന്നും ആലോചിക്കാൻ പറ്റില്ല. ഏറ്റവും അവസാനത്തെയാണ്. അപ്പോൾ ആ ഒരു 17 വയസ്സ് മുതൽ മരണത്തിൻ്റെ അടുത്തെത്തുന്നത് വരെയുള്ള ഓരോ കാലഘട്ടത്തിലും ദേവിയുടെ വ്യത്യസ്തമായ രൂപത. അപ്പം എനിക്കെൻ്റെ സീക്രട്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മ സമ്മതിക്കാത്തൊരു കാര്യം, അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ സമ്മതിക്കാത്തൊരു കാര്യം, ഞാൻ ആരോട് പറഞ്ഞാൽ എൻ്റെ അച്ഛനെയോ അമ്മയോ ഇൻഫ്ലുവൻസ് ചെയ്യാം, അങ്ങനെ ഞാൻ കണ്ടെത്തുന്ന എൻ്റെ വലിയമ്മയോ ഇളയമ്മയോ ആണ് ദുർഗാദേവി. അപ്പൊ അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ ഞാൻ ദുർഗയാണ് കാണുന്നത്. അതെ, അങ്ങനെ നമ്മൾ ഓരോ ആവശ്യത്തിന് ഓരോരാളെയാണ് കാല് പിടിക്കുക. ഞാൻ എപ്പോഴാണോ ധനം വേണ്ടത് ആ സമയത്ത് പിടിക്കുന്നത് ലക്ഷ്മിയെ തന്നെയാവണ്ടേ. സരസ്വതിയെ പിടിച്ചിട്ട് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടൂലല്ലോ. പക്ഷെ ഏതെങ്കിലും ഒരു ശ്ലോകം, ഇന്നലെ ഞാനൊരു ശ്ലോകം, അതിന് കാരണം എന്താ വെച്ചാൽ, അത് പിന്നെ എൻ്റെ സുഹൃത്ത് നാരായണൻകുട്ടി ഷറഫിന് അയച്ചു കൊടുത്തു. ഷറഫ് അത് കേട്ടു. അല്ല, അതിനെന്താ കാരണം എന്ന് വെച്ചാൽ, ഷറഫിന് നാരായണൻകുട്ടി അയച്ചു കൊടുത്തപ്പോൾ ഷറഫ് അതിനൊരു മറുപടി അയച്ചു. ആ ഷറഫ് എന്നോടല്ല ചോദിക്കുന്നത്, നാരായണൻകുട്ടിയോട് ചോദിക്കുകയാണ് ഇതിൻ്റെ ഒരു അർത്ഥവും മീനിങ്.
പലപ്പോഴും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതിന്റെ മീനിങ് ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് ഷരഫ് പറഞ്ഞപ്പോൾ അതെനിക്ക് ഫോർവേഡ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഏറ്റവും നല്ല മാർഗം അതൊരു വീഡിയോ ആക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് ചോദിക്കാൻ. കാരണം ഇത് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ജിമീറ്റ് വിളിച്ചിട്ട് സൗദി അറേബ്യയിൽ ഇരിക്കുന്ന ഷരഫിന് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഭേദം അതൊരു വീഡിയോ ആയിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമല്ലോ എന്നുള്ളതാണ്. ഞാൻ ഷരഫിനും അയച്ചു കൊടുത്തു, നാരായണൻകുട്ടിക്കും അയച്ചു കൊടുത്തു. ഞാനത് താഴത്ത് എഴുതിയിട്ടുണ്ട്, താങ്ക്സ് ടു ഷരഫ്, താങ്ക്സ് ടു നാരായണൻകുട്ടി ഫോർ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ. അങ്ങനെ ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ അത് അക്ഷരശ്ലോകം പഠിക്കുന്ന എല്ലാവരും സ്ഥിരമായിട്ട് ചൊല്ലുന്നത്. എൻ്റെ വൈഫ് നന്നായിട്ട് സ്ഥിരമായിട്ട് ചൊല്ലുന്നത്. അപ്പോൾ ചെറുപ്പിലാണ് കെ പി സി എൻ്റെ തിരുമേനി KPC അനുജൻ ഭട്ടതിരിപ്പാടാണ്. പക്ഷെ യഥാർത്ഥ KPC എന്ന് വളരെ ഫേമസ് ആയിട്ടുള്ളത് അക്ഷരശ്ലോക വിദ്വാനായിട്ടുള്ള KPC ആണ്. അദ്ദേഹത്തിന്റെ ബ്രദറാണ് KPC അനുജൻ ഭട്ടതിരി. ഇവരുടെയൊക്കെ KPC കോമൺ ആണ്. അതവരുടെ അനുജൻ എന്നാണ്. അനുജൻ എന്നാണ്. അപ്പം അതിന് മുകളിലുള്ള ആള് നാരായണൻ എന്നാണ്. അപ്പൊ നാരായണൻ എന്നാണ്, നാരായണൻ ഭട്ടതിരി, KPC നാരായണൻ ഭട്ടതിരിപ്പാടെന്നാണ് എനിക്ക് തോന്നുന്നു അക്ഷരശ്ലോകത്തിന്റെ വിദ്വാന്റെ പേര്. അവരടുത്തടുത്ത വീടുകളാണ്, റോഡിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ്. അപ്പം അദ്ദേഹത്തിന്റെ അടുത്ത് സ്ഥിരമായിട്ട് ഞാൻ കേൾക്കാറുള്ളതും അല്ലെങ്കിൽ അദ്ദേഹം പഠിപ്പിക്കാറുള്ളതുമായിട്ടുള്ളൊരു ശ്ലോകം അവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ചേർപ്പാണ് ഇതിൻ്റെയൊക്കെ സ്ഥലം. അപ്പം ഞാൻ എപ്പോഴോ ചേർപ്പിൽ പ്രഭാഷണത്തിന് പോയ സമയത്ത് ഞാൻ ചേർപ്പാണ് അതിന്റെ ഒറിജിൻ എന്ന് പറഞ്ഞിട്ടാണ് ചൊല്ലിയത്. ഈ ശ്ലോകം ആക്ച്വലി എനിക്ക് വളരെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഉള്ള ശ്ലോകമാണ്. എൻ്റെ അമ്മൂമ്മ സ്ഥിരമായിട്ട് ചൊല്ലിക്കൊണ്ടിരുന്ന ശ്ലോകമാണ്. എനിക്കങ്ങനെ ഒരു പാരമ്പര്യമായിട്ടുള്ള അല്ലെങ്കിൽ അമ്മയുടെയോ അച്ഛൻ്റെയോ അമ്മയുടെ കുറേ ചൊല്ലിയിട്ടുള്ള നാമങ്ങൾ, നമ്മളൊക്കെ ദേവീഭക്തന്മാരാണ് ബേസിക്കലി. കേരളത്തിൽ 50,000-ത്തിലധികം ദേവീക്ഷേത്രങ്ങൾ. അല്ല, രണ്ട് ഭാരതത്തിൽ അങ്ങ് മുതൽ ഇങ്ങോളം ദേവീഭക്തന്മാർ തന്നെയാണ്. അത് താര മുതൽ കാളി മുതൽ താര ടിബറ്റില്, അത് കഴിഞ്ഞാൽ കാളി അവിടെ, അങ്ങനെ വന്ന് അവസാനം സരസ്വതി ആയാലും അത് ആ ബോർഡർ അങ്ങനെയാണല്ലോ, അത് രണ്ടും തൊട്ടടുത്തടുത്ത് തന്നെയാണ്. അങ്ങനെ വന്ന് അവസാനം നമുക്ക് ലക്ഷ്മിയും ദുർഗയും സരസ്വതിയും ഒക്കെ വന്ന് അവസാനം നമ്മൾ സരസ്വതിയുടെ എത്തും. പക്ഷെ ഈ ബുദ്ധിസത്തിൽ താരയാണ്. എല്ലാ ബുദ്ധിസത്തിലും ദേവീ സങ്കല്പങ്ങൾ ബുദ്ധിസ്റ്റുകൾക്ക് വളരെ ക്ലോസ് ആണ്. എല്ലാ ബുദ്ധിസ്റ്റുകളും ദേവീ സങ്കല്പങ്ങളുടെ, നമ്മളിപ്പോൾ ദശമഹാവിദ്യ എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിസ്റ്റുകൾ കുറച്ചും കൂടി നമ്മൾ ഏറ്റു നടക്കും. ഇപ്പൊ അടുത്ത കാലത്ത് ദ വേൾഡ് ബുദ്ധ കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ് ഞാനുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് എ ലേഡി, തായ്ലാൻഡിൽ നിന്നാണ്. ഷി വാസ് ഇൻ ഹൈദരാബാദ്. അപ്പോൾ ഇപ്പം ഞാൻ ശ്രീലങ്ക പോയ സമയത്ത് പറഞ്ഞു, വി വിൽ ഹാവ് എ കൊളാബറേഷൻ, വി ഷുഡ് ഡു സംതിങ് ഇൻ ശ്രീലങ്ക എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ഇനിയും കാണും. ഷീ കീപ്സ് കമ്മിങ് ടു ഇന്ത്യ. അപ്പം അടുത്ത പ്രോഗ്രാം എവിടെയെങ്കിലും ശ്രീലങ്കയിലാക്കണം എന്നൊക്കെ ഞാനൊരു ഇനീഷ്യേറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർക്കൊക്കെ ഞാൻ ദേവീ സങ്കല്പം ഉടനെ ഞാൻ പറഞ്ഞത് ഞാൻ ദശമഹാവിദ്യയുടെ ബുക്ക് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഗോത്രയുണ്ടോ. അപ്പോൾ അവർക്കൊക്കെ അറിയാവുന്നൊരു സങ്കല്പമാണ് താരാസങ്കല്പം എന്ന് കേട്ട് കഴിഞ്ഞാൽ താരയാണല്ലോ തുടക്കം. അപ്പോൾ അങ്ങനെ കുറേ ദേവീ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിൽ മിക്കവാറും ശിവന്റെ ഇതാണ്. എന്തുകൊണ്ടാണ് നമുക്ക് കുറേ ശൈവേറ്റ്സ് മാറിയിട്ട് നമ്മൾ വൈഷ്ണവേറ്റ്സായി മാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കൃഷ്ണനെ മാർക്കറ്റ് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഈ കമലഹാസന്റെ ദശാവതാരത്തിൽ പറഞ്ഞതുപോലെ വൈഷ്ണവരും ശൈവേറ്റ്സും തമ്മിൽ അടിയുണ്ടായിരുന്നൊരു കാലമൊക്കെ ഉണ്ട്. അതിൻ്റെ തുടക്കം തന്നെ അതല്ലേ. അപ്പം ചില രാജാക്കന്മാർ വൈഷ്ണവേറ്റ്സും ചില ആൾക്കാർ ശൈവേറ്റ്സും, അതിൽ കുറച്ച് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ദ്രാവിഡിയൻസ് ആണെന്ന് തോന്നുന്നവരൊക്കെ ശൈവേറ്റ്സും, ആര്യന്മാരായിട്ട് വന്നിട്ടുള്ളവരൊക്കെ വൈഷ്ണവേറ്റ്സും, അങ്ങനെയൊക്കെ അറിയാതെ ഒരു സങ്കല്പം പെട്ടുപോയതാണ്. അതുകൊണ്ടാണ് അയ്യങ്കാർ എന്ന് പറയുന്ന ചെറിയ സങ്കല്പ വ്യത്യാസങ്ങൾ. ഇതൊക്കെ വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കാലഘട്ടങ്ങളിൽ ചെറിയ ആൾക്കാർ തമ്മിലുള്ള ചെറിയ വ്യത്യാസങ്ങളൊക്കെ നോക്കി. അങ്ങനെയുള്ള പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ഒരാൾ വൈഷ്ണവേറ്റ്സ് ആയിരുന്നു ഞാൻ ജന്മം കൊണ്ട്, പക്ഷേ എൻ്റെ പോസ്റ്റിംഗ് നോർത്ത് ഇന്ത്യയിലായിരുന്നു. അവിടെ കംപ്ലീറ്റ് ശിവന്മാരുടെ
ഭക്തവും ടെമ്പിളും മാത്രമേ ഉള്ളൂ, ഞാൻ അറിയാണ്ട് ശൈവമായിട്ടായിപ്പോയി, അതുകൊണ്ട് എനിക്കിപ്പോൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എൻ്റെ ഹൊറോസ്കോപ്പ് നോക്കിയിട്ട് അങ്ങനെയൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞിട്ടുള്ള കുറേ ആൾക്കാരുണ്ട്. അല്ല, ഇവർക്കൊക്കെ എന്താ ബേസിക്കലി ഈ നമുക്ക് കോർ സങ്കല്പം അറിയാത്തതുകൊണ്ടാണ്. ഞാൻ സ്വീറ്റ് കഴിക്കുമ്പോൾ അതിലൊക്കെ ഉള്ള സ്വീറ്റിലൊക്കെ കണ്ടന്റ് നെയ്യായാലും ഷുഗറായാലും ഏതെങ്കിലും ഒരു ബേസിനായാലും ഒന്നാണ്. അത് ആദ്യം ഞാൻ വറക്കുന്നത് നെയ്യാണോ അല്ല ഷുഗറാണോ അല്ല ബേസിനാണോ എന്നനുസരിച്ചിട്ടാണ് അതിൻ്റെ ടേസ്റ്റ് മാറുക. അത്രയൊക്കെ ഡിഫറൻസ് ഉള്ളൂ. അത് മനസ്സിലാക്കാത്ത വ്യക്തികൾക്കാണ് ഈ കൺഫ്യൂഷനും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ അതിനൊന്നും വലിയ അർത്ഥം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പഠിച്ചു തുടങ്ങിയതും പഠിച്ചു കഴിഞ്ഞതും. പിന്നെ ബേസിക്കലി നമ്മളൊക്കെ ദേവി സങ്കല്പത്തെ, ഞാനൊക്കെ ചെറുപ്പത്തിലെ മഹാത്മ്യം എന്ന് പറയുന്ന പുസ്തകം ദേവി മഹാത്മ്യം തന്നെയാണ്. പിന്നെയാണ് അത് കൃഷ്ണഗാഥയാണ് പിന്നെ ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ആകെ കണ്ടിട്ടുള്ള 2 പുസ്തകങ്ങൾ ഇവ രണ്ടേ ഉണ്ടാവും. കൃഷ്ണഗാഥ ആക്ച്വലി കേരളത്തിന്റെ വടക്കോട്ട് എനിക്ക് തോന്നുന്നു ഏതൊരു മാസം വായിക്കുകയൊക്കെ ചെയ്യും. അതെ, അത് കാരണം മിക്കവാറും കൃഷ്ണഗാഥ എഴുതപ്പെട്ടിട്ടുള്ളത് തന്നെ തളിപ്പറമ്പിലാണെന്നാണ് വിശ്വാസം. അപ്പോൾ അത് വളരെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കാലഘട്ടങ്ങളിൽ വായിച്ചു തുടങ്ങിയിട്ടുള്ള സംഭവമായിരിക്കും. ഞാൻ ഏതൊരു പ്രഭാഷണത്തിൽ ഡൽഹിയിൽ അങ്ങാണ്ട് അതിനെ കുറിച്ച് പറയേണ്ടി വന്നിട്ടുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. ദശമഹാവിദ്യ തന്നെയാണ് ശ്രീവിദ്യ. എല്ലാം ദശമഹാവിദ്യയുടെ ഭാഗങ്ങൾ തന്നെ. ശ്രീചക്രത്തിന്റെ വ്യത്യസ്തമായ രൂപങ്ങളാണ് എൻ്റെ ആ പുസ്തകത്തിൽ വ്യത്യസ്തമായ ശ്രീചക്രങ്ങളായിട്ട് കാണിക്കുന്നത്. ഈ ജോമെട്രിക് ആണല്ലോ എപ്പോഴും എനർജി കൺസേർവ് ചെയ്യാൻ സാധിക്കുക. നമ്മൾ എന്ത് എനർജി കൺസേർവ് ചെയ്യണമെങ്കിലും അതിനൊരു ജോമെട്രി ഉണ്ടാവും. പക്ഷേ ഈ യന്ത്രങ്ങളിലെല്ലാം ബേസിക്കലി ട്രയാങ്കിൾസ് അല്ലേ പ്രിഡോമിനന്റ്ലി എല്ലാ ഷേപ്പിന്റെയും, അത് സ്ക്വയർ ആയാലും സർക്കിൾ ആയാലും അതിന്റെയൊക്കെ ബേസിക് എലമെന്റ് റെക്ടാങ്കിൾ അല്ല ട്രയാങ്കിൾ ആണ്. യു വാണ്ട് ടു ഡ്രോ സംബഡീസ് പിക്ചർ, എനിക്ക് ട്രയാങ്കിൾ വെച്ചിട്ടേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ജോമെട്രിക്കൽ ഷേപ്പ് ഉപയോഗിച്ച് എനിക്ക് ഒരാളെ വരക്കണം എന്ന് വിചാരിക്കും. വിത്ത് സ്ക്വയർ ഐ കനോട്ട് ഡ്രോ, ബട്ട് വിത്ത് ട്രയാങ്കിൾ ഐ ക്യാൻ ഡ്രോ. അതുകൊണ്ട് നമ്മൾ സാധാരണ ഈ ടെറൈൻ മോഡലിംഗ് ഉണ്ടല്ലോ, അണ്ടുലേഷൻസ് മോഡൽ ചെയ്യാൻ ഒരു വലിയൊരു മൗണ്ടൻ എനിക്ക് മോഡൽ ചെയ്യണം. അതിന്റെ മുകളിൽ ഞാൻ ഒരു ഫിഷ് നെറ്റ് ഇട്ടു എന്ന് വിചാരിക്കും. ആ ഫിഷ് നെറ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സ്ക്വയർ ആയിട്ടുള്ള ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫിഷ് നെറ്റ്. ഒരു നെറ്റ് ഇങ്ങനെ ഇട്ടു. ആ നെറ്റ് ഇട്ടാലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തേക്ക് ഉണ്ടാവും. ഈവൺ ഇഫ് ഐ മേക്ക് ഇറ്റ് വളരെ ക്ലോസ്ഡ് നെറ്റ് വർക്കുള്ള ഒരു നെറ്റ് ഉണ്ടാക്കിയാലും എവിടെയെങ്കിലും ഒരു ബൾജ് പുറത്തുണ്ടാവും. അപ്പോൾ ആ ബൾജിനെ ഞാൻ എങ്ങനെ കവർ ചെയ്യേണ്ടി വരും? ഒരു 3-4 ട്രയാങ്കിൾ വെച്ച് കവർ ചെയ്യേണ്ടി വരും. അപ്പം ഇതിന് ഞാനൊരു നെറ്റ് ഇട്ടാൽ ഈ ഒരു ഭാഗം മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഓൺലി ഡ്രോ 4 ട്രയാങ്കിൾസ് ആൻഡ് ദെൻ മേക്ക് ഇറ്റ് ക്ലോസ് ടു ദാറ്റ്. അപ്പോൾ ഏറ്റവും നല്ല സർഫസ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ട്രയാങ്കിളാണ്. ഇതെത്രയോ കാലം, ഇതിപ്പം നമ്മളിപ്പോൾ മോഡേൺ സയൻസ് വെച്ച് ഞാൻ ചെയ്യുന്ന മാപ്പിംഗ് വെച്ചിട്ട് പറയുന്ന ഒരു മാത്തമാറ്റിക്സ് വെച്ച് പറയുന്ന ഒരു സങ്കല്പമല്ലേ അത്. എത്രയോ വർഷങ്ങൾ മുമ്പ് ട്രയാങ്കിൾ ഈസ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഒരു എന്തുണ്ടാക്കണമെങ്കിലും ട്രയാങ്കിൾ വേണം എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ളൊന്നും ആലോചിച്ച് നോക്കണം. എത്ര രസകരമായിട്ടുള്ളൊരു. അതുകൊണ്ട് യാഗങ്ങൾ നടക്കുമ്പോൾ ജോമെട്രി ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് എളുപ്പത്തിൽ അവരുണ്ടാക്കാം. അതൊന്നും വരക്കൊന്നും വേണ്ടല്ലോ, ഇങ്ങനെ വെച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടൊരു ഫോം ഉണ്ടാക്കില്ലേ. അല്ല ബേസിക്കലി അപ്പൊ ഇങ്ങനെ ഈ ജോമെട്രി വരച്ചിട്ട് ഈ ഇത് സംബന്ധിയായിട്ടുള്ള മന്ത്രവും കൂടി ചൊല്ലുമ്പോൾ ശരിക്ക് അത് വരക്കുന്ന ജോമെട്രി അല്ല, ഇറ്റ് ഈസ് എ പിരമിഡ് ആക്ച്വലി. അപ്പൊ അതെങ്ങനെ പിരമിഡ് ഒരു 3 ഡൈമെൻഷണൽ? ഇപ്പൊ നടുവില് ജ്ഞാനം വീട്ടില് യഥാർത്ഥ ശ്രീചക്രം ഉണ്ട്. ഐ ഡോണ്ട് നോ വെദർ യു ഹാവ് സീൻ ഇറ്റ്. അത് ഫ്ലാറ്റിൽ വരച്ചിട്ടാക്കിയതല്ല, ഇറ്റ്സ് എ സ്ട്രക്ചർ. അത് ആകെ നോക്കിയാൽ നമ്മളൊരു പിരമിഡ് പോലെ ഇരിക്കും.
മനസ്സിലായോ? സോ ഇറ്റ്സ് നോട്ട് നമ്മൾ വരക്കുന്നതല്ലാതെ കുറേ ട്രയാങ്കിൾസ് എന്ന് പറയാൻ പറ്റില്ല. അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അത് മോളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ട്രയാങ്കിൾ ആയിട്ട് കാണുന്നു. എനിക്ക് മനസ്സിലായി. അതായത് തടി കൊണ്ടോ കോണുകളാണ്. സി ട്രയാങ്കിൾ എന്ന് പറയുന്നത് 3 ഡയമെൻഷൻ കോണാണ്. അപ്പോൾ അത്തരം കോണുകൾ, ഒരു കോണ് നമ്മൾ മുകളിൽ നിന്ന് നോക്കിയാൽ ട്രയാങ്കിൾ ആയിട്ടല്ലേ കാണും. സോ ഇറ്റ്സ് ഓൾ കോൺസ്. നമ്മൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സാധനത്തെ എനർജി സംരക്ഷിച്ചു വെക്കണമെങ്കിൽ അത് പിരമിഡ് തന്നെയല്ലേ. അത് ഈജിപ്ഷ്യൻ പിരമിഡ് മുതൽ നമ്മുടെ ഭാരതത്തിൽ വരെ ഒരു സങ്കല്പത്തിൽ ഇൻവെർട്ടഡ് പിരമിഡുകളാണ് നമ്മുടെ യാഗയജ്ഞങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഈ സംഭവം. അപ്പോൾ അതിൽ നിന്ന് എനർജി ഡെസിമിനേറ്റ് ചെയ്ത് പോകാൻ വേണമെങ്കിൽ ഇൻവെർട്ടഡ് വെക്കണം. ഇങ്ങോട്ട് അബ്സോർബ് ചെയ്ത് സൂക്ഷിച്ചു വെക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻവെർട്ടഡ്. അപ്പൊ ഞാൻ ചൊല്ലുന്ന എല്ലാ മന്ത്രങ്ങളെയും, ഞാൻ ചെയ്യുന്ന എല്ലാ പ്രക്രിയകളെയും, ഞാൻ ആവാഹിച്ചു കൊണ്ടിരുന്ന എല്ലാ ശക്തികളെയും ഒരു ജോമെട്രിയുടെ ഉള്ളിൽ ഞാൻ ശേഖരിച്ചു വെക്കണമെങ്കിൽ അതിന് ഒരു ഇൻവെർട്ടഡ് കോണാണ്. അത് നമ്പർ ഓഫ് കോൺസ്, നമ്പർ ഓഫ് വൈബ്രേഷൻസ്. ഒരിക്കലും ഒരു വേവ് എന്ന് പറയുന്ന ഒരു സിംഗിൾ വേവ് അല്ലല്ലോ, എ ഗ്രൂപ്പ് ഓഫ് വേവ്സ് ആണ്. അതുപോലെ if I had to make it has to be made in multiple vibrations. അത് ശരിക്കും നോക്കിയ ഒരു വേവ് പാറ്റേൺ തന്നെയാണ് അൾട്ടിമേറ്റ്ലി. ആ വേവിനെ തന്നെ ഞാൻ സങ്കല്പിച്ച് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, അതിൻ്റെ സർഫസ് മോഡൽ ചെയ്യണമെങ്കിൽ ഐ നീഡ് ലോട്ട് ഓഫ് ട്രയാങ്കിൾസ്. അത് ആലോചിച്ചു. അങ്ങനെ കുറേ വെച്ചിട്ട് വെക്കുന്ന ഒരു സ്ഥലത്ത് ഇഫ് സംബഡി കീപ്സ് ഓൺ ചാൻറ്റിങ് മന്ത്രാസ്, അതിന് പുറത്തു പോകാനൊരു മാർഗം ഉണ്ടാവില്ല. ഇറ്റ് വിൽ ഗെറ്റ് സബ്മേർജ്ഡ് ഇൻസൈഡ്. അപ്പം അങ്ങനെ കുറേ ശ്രീചക്രം എന്ന് പറയുമ്പോൾ വരക്കുന്നതല്ല നോക്കണേ, 3 ഡയമെൻഷനാണ്. അങ്ങനെ കുറേ വെച്ചിരുന്നാൽ, അങ്ങനെ വെക്കുന്ന കുറേ പിരമിഡുകളുടെ അല്ലെങ്കിൽ അങ്ങനെ വെക്കുന്ന കുറേ കോണുകളുടെ ഇടയിൽ യു ക്യാൻ മേക്ക് അനദർ കോൺ ടു ഇൻവെർട്ട് ഇറ്റ്. ഇറ്റ്സ് നോട്ട് വൺ സിംഗിൾ വൺ. നമ്മളിപ്പോൾ വീട്ടിൽ വെക്കുന്ന ഒരു സിംഗിൾ ആയിരിക്കും. ആ സ്ട്രക്ചർ അങ്ങനെ കാണണം നമ്മൾ. സോ ഇറ്റ്സ് ഓൾ അബ്സോർബിങ് ആൻഡ് ദെൻ പുട്ടിങ് ഇൻസൈഡ്. ഒരു ഫണലിംഗ് മെത്തഡോളജി പോലെയാണ്. ഇറ്റ്സ് എ വെരി ഹൈ പവർഫുൾ. ഞാൻ ആ സമയത്താണ് എനർജി കൺസെപ്റ്റിനെ കുറിച്ചും ഡൗസിങ്ങിനെ കുറിച്ചും സങ്കല്പത്തെക്കുറിച്ചും പൂജകളെക്കുറിച്ചും അസ്ട്രോളജിയെക്കുറിച്ചും ഒക്കെ കൂടെ ഒരു സമന്വയിപ്പിച്ചിട്ടുള്ളൊരു പഠനവും, മന്ത്രങ്ങൾ പഠിക്കുക, അതിൻ്റെ എനർജി കണ്ടുപിടിക്കുക, ആ ഒരു കാലഘട്ടത്തിൽ എഴുതിയൊരു പുസ്തകമാണ്. അതുകൊണ്ട് എല്ലാം കൂടി അല്ല, അതൊക്കെ നമ്മളിപ്പം ഈ ഡൗസിങ് റോഡായാലും അല്ലെങ്കിൽ എഗ്ലീവിയിലായാലും അത്തരം എക്സ്പെരിമെൻറ്റേഷനിലൊക്കെ നമ്മൾ എനർജി മെഷർ ചെയ്യുന്ന സമയത്ത് മന്ത്രങ്ങളുടെയൊക്കെ എത്രത്തോളം അതിന് പവർഫുൾ ആക്കാൻ സാധിക്കും, എത്രത്തോളം പവർ ഉണ്ടാവും എന്നൊക്കെ മെഷർ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിപ്പം നമ്മൾ സാധാരണ നമ്മൾ ഈ തീർത്ഥം എന്ന് പറഞ്ഞു കൊടുക്കുന്ന സാധനം ഏതോ കിണറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള വെള്ളമല്ലേ. എന്നാ വെള്ളം കോരി കുടിച്ചാൽ പോലെ എന്തിന് എത്ര കഷ്ടപ്പെട്ട് ക്യൂ നിന്നിട്ട് ഒരു തുള്ളി മേടിക്കണം? സി ദാറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് ഗെറ്റിംഗ് എനർജൈസ്ഡ്. ആ എനർജൈസ് ചെയ്യിപ്പിക്കുന്നത് ബിക്കോസ് ഐ എം ചാൻറ്റിങ് മന്ത്ര, കീപ്പിംഗ് ഇറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. അതിപ്പം നമ്മുടെ വിശ്വാസം മാത്രമല്ല, അത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, ഭക്ഷണത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരുവിധം എല്ലാ റിലീജിയസ് പ്രാക്ടീസസിലും അതുണ്ട്. സോ ദാറ്റ് മീൻസ് യു ആർ നോട്ട് ഈറ്റിംഗ് ഫുഡ് ആസ് ഇറ്റ് ഈസ്, യു ആർ എനർജൈസിങ് ഇറ്റ് ബിഫോർ ഈറ്റിംഗ്. ഏത് ക്രിസ്ത്യൻ വീടുകളിലാണ് ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കാത്തത്? എല്ലാവരും. ഞാൻ ഈ ശ്രീവിദ്യ ഉപാസനയുടെ കാര്യം ചോദിക്കാൻ കാര്യം, ഒരു വളരെ പ്രശസ്തനായ ഒരു നൃത്ത അധ്യാപകൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ശ്രീവിദ്യ ഉപാസകനാണ്, നൃത്തം ഈ ശ്രീവിദ്യ ഉപാസനയിൽ പെട്ട ഒന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, എല്ലാ ദേവീ സങ്കല്പങ്ങളിലും നൃത്തം ഇൻ പർട്ടിക്കുലർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, അത് ഓരോരാളും കാണുമ്പോൾ ഇപ്പം ഒരു മ്യൂസീഷ്യൻ ആണെങ്കിൽ അയാൾ പറയുക അതിനകത്ത് രാഗ താളത്തിലൊക്കെ ഇതുണ്ടാവും എന്ന് പറയും. അപ്പോൾ എന്തായാലും ദേവിയുടെ എല്ലാ രൂപങ്ങളും നോക്കിയാലും നമ്മളിപ്പോൾ
താരയ്ക്ക് കുറേ കൈകളുണ്ടെന്ന് പറയുമ്പോൾ ഏത് നൃത്തക്കാരിയെയും നമ്മൾ കൈ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു പടം എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫാൻ കറങ്ങുമ്പോൾ പടം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ അത്രയും ലീഫുകൾ ഉണ്ടാവുന്നതിന് തുല്യമെന്ന് പറയേണ്ടി വരും. അതെ, ശരിയാണ്. അതുപോലെ ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടില്ലേ കടപ്പയാതി നമ്പർ സിസ്റ്റം, അതിനെ പറ്റിയും കൂടെ ഒന്ന് പറയാം, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അല്ല, പക്ഷെ അത് മാത്തമാറ്റിക്സിൽ ഇപ്പം നമ്മൾ ജോമെട്രി എന്ന് പറയുന്ന ഒരു സങ്കല്പം പറയുന്നത് പോലെ തന്നെ നമ്പർ സിസ്റ്റത്തിലും വളരെ പ്രാവീണ്യമുള്ളവരായിരുന്നു നമ്മുടെ പുരാതനമായിട്ടുള്ള ആൾക്കാരൊക്കെ. ഇൻഫാക്ട് ഈ കടപ്പയാതി നമ്പർ സിസ്റ്റം ആക്ച്വലി ഒരു ഇപ്പം നമ്മുടെ മിലിറ്ററിയിലൊക്കെ കോഡ്സ് യൂസ് ചെയ്യില്ലേ, അതായത് ഇപ്പൊ ഒരു എന്തെങ്കിലും വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് വേറെ ഒരിടത്ത് എത്തിക്കണമെന്നില്ല, നമ്മൾ കോഡ്സ് യൂസ് ചെയ്യില്ലേ, അതുപോലെ ഉപയോഗിച്ചിരുന്ന ഒരു അതിനു വേണ്ടി ആവണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ മ്യൂസിക്കിൽ മീറ്റേഴ്സ് ഉണ്ടല്ലോ, ആ മീറ്റേഴ്സ് നമ്മുടെ ശ്ലോകങ്ങൾ എഴുതുമ്പോഴായാലും അനുഷ്ടുപ്പ് എന്ന് പറയുമ്പം അനുഷ്ടുപ്പ് ചന്ദഹ എന്നൊക്കെ പറഞ്ഞിട്ട് ചൊല്ലുമ്പോൾ ഉണ്ടല്ലോ, ആ അനുഷ്ടുപ്പ് എന്ന് പറയുന്ന ആ ഒരു മീറ്ററാണ്. ഗായത്രി എന്ന് പറയുന്ന ഒരു മീറ്ററാണ്. അത്രയും നമ്പർ ഓഫ് ലെറ്റേഴ്സ് വരുമ്പോഴേ അതിന് ആ ഈണത്തിൽ ചൊല്ലാൻ പറ്റുള്ളൂ. ഇപ്പൊ ഭഗവത്ഗീതയിൽ 2 തരത്തിലുള്ള അത്തരം ശ്ലോകങ്ങളേ ഉള്ളൂ, ഒന്ന് കുറച്ച് നീളമുള്ളതും ഒന്ന് കുറഞ്ഞിട്ടുള്ളതും. ഈ രണ്ടും കൃത്യമായിട്ട് എഴുതപ്പെടുന്ന സമയത്ത് അതിനൊരു മീറ്റർ ഉണ്ട്. ആ മീറ്റർ എത്രയാണെന്ന് നോക്കിയിട്ട് നമ്മൾ സോങ്സിൽ വരുമ്പോൾ ആ മീറ്ററുടെ എണ്ണം വെച്ചിട്ടാണ് ഇതിന് എത്രാമത്തെ മേളകർത്താരാഗമാണ്. അപ്പോൾ ആ രാഗത്തിന് പേര് കൊടുക്കുന്ന സമയത്ത് ആ മീറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പേര് കൊടുക്കുമ്പോൾ ആ രാഗത്തിൻ്റെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ നമ്പർ സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ധീര ശങ്കരാഭരണം, ശങ്കരാഭരണം വളരെ കോമൺ ആണ്, അതിനകത്ത് ധീര ശങ്കരാഭരണം. അപ്പോൾ എത്രാമത്തെ മേളകർത്താരാകാമെന്ന് ചോദിച്ചാൽ 29ാമത്തെ എന്ന് പറയാൻ പറ്റും. കാരണം രാ എന്നാൽ 2ഉം ധ എന്നാൽ 9ഉം 92 തിരിച്ചാ വായിക്കുക. അപ്പോൾ അങ്ങനെയാണ് അത് തിരുമേനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഇപ്പം ശശി ഷ എന്ന് പറഞ്ഞാൽ 5ആണ്, അത് വളരെ എളുപ്പമാണ്. ക ഖ ഗ ഖ ക ട, അത് വളരെ എളുപ്പം എഴുതാൻ. ക ഖ ഗ ഖ ഫുൾ എഴുതാം. ക നമ്പർ 1, ച ടപ്പയാതി എന്നാണല്ലോ, ട നമ്പർ 1, യ നമ്പർ 1, ദ നമ്പർ 1, ക ട പ യ ദ നമ്പർ 1. ഇതൊക്കെ 1 ആണ്. ബാക്കിയുള്ള നമ്പർ അങ്ങോട്ട് ഇല ഇട്ട് കഴിഞ്ഞാൽ 9 വരെ എത്തും, 0 വരെ എത്തും. മനസ്സിലായോ? ക ഖ ഗ ഖ ങ ച ഛ, അത് കഴിഞ്ഞ് ച ഇല്ലല്ലോ, കടപ്പയാതി ടായല്ലേ ഉള്ളൂ. ക ഖ ഗ ഖ ങ ച ഛ ജ ഛ ഞ കഴിഞ്ഞാൽ പിന്നെ ടായ, അപ്പോൾ നമ്പർ 1. അങ്ങനെ നമ്പേഴ്സ് കൊടുത്തിട്ടാണ് ഈ നമ്പർ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കവികൾ വളരെ സുലഭമായി ഉപയോഗിച്ച് വർഷങ്ങളൊക്കെ കണക്കാക്കുമ്പോൾ, അതുകൊണ്ടാണല്ലോ നാരായണീയം എപ്പോഴാണ് എഴുതിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടനെ അത് എഴുതാൻ കാരണം. അത് അങ്ങനെ ഉപയോഗിക്കുന്ന, വളരെ സുലഭമായിട്ട് ഉപയോഗിക്കുന്ന ആളിലൊരാളായിരുന്നു എൻ്റെ ഗുരു. എല്ലാവരുടെയും ടെലിഫോൺ നമ്പർ അടക്കം, അന്ന് ചീഫ് സെക്രട്ടറിയുടെ ടെലിഫോൺ നമ്പർ ആള് പ്രഗത്ഭനാണ് എന്ന് പറഞ്ഞ ഉടനെ അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമ്പർ അങ്ങോട്ട് പറയും. അത് നമുക്കല്ല ഡിഫിക്കൽട്ട് തോന്നുന്നത്, അദ്ദേഹത്തിന് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു. അങ്ങനെയാണ് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ എല്ലാ വണ്ടികളുടെയും നമ്പർ എഴുതിയെടുത്തോളാൻ പറയും. എല്ലാ വണ്ടികളുടെയും. അത് ലോറി, അന്നൊക്കെ ഇന്ന് ഇത്രയുള്ള തിരക്കില്ലാന്ന് വെച്ചോളൂ. 2002 ഞങ്ങൾ ഇരിങ്ങാലക്കുടയിൽ നിന്ന് എറണാകുളം വരെ പോവുകയാണെങ്കിൽ റോഡിൽ പോകുമ്പോൾ വരുന്ന ഓപ്പോസിറ്റ് വണ്ടികളുടെയൊക്കെ നമ്പർ എഴുതിയെടുക്കും. എനിക്ക് പലതും മിസ്സായി പോയി, എഴുതാനുള്ള സമയം കിട്ടില്ല അടുത്ത വണ്ടി വരുന്നത്. അത് കഴിഞ്ഞാൽ തിരുമേനി ഒരു 10-30 എഴുതി കഴിഞ്ഞാൽ തിരുമേനി പറയും നമ്പർ ഞാൻ പറഞ്ഞോളാം, നോക്കിക്കോളൂ, ടിക്ക് അടിച്ചു വന്നു. അതിപ്രഗത്ഭനായിരുന്നു. അല്ല, നമുക്ക് സാധാരണഗതിയിൽ ഇതൊന്നും ഓർക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ അദ്ദേഹത്തിന് ഇത് ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് വെച്ചിട്ട് ഓർക്കാൻ പറ്റുന്ന പോലെയാണ്. ഹൈ മെമ്മറി അല്ല, അത് ഒരു ലോജിക്കലായിട്ട് ഒരു റീസണിങ് ഉള്ള വാക്കുകളുണ്ട്. അത് വാക്കിനും വേണം, നിങ്ങളുടെ വൊക്കാബുലറി ഹാസ് ടു ബി ഗുഡ്.
അതെ, അയാൾ പ്രഗത്ഭനാണെന്നുള്ളത്. ആ വൊക്കാബുലറി വരുമ്പോഴേ ആ വൊക്കാബുലറിക്ക് അനുസരിച്ചിട്ടുള്ള വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റും. ആ വാക്കുകൾ അദ്ദേഹത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാവണം, അല്ലെങ്കിൽ പരിഹസിക്കുന്നതാവണം. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കവിത്വം നല്ലപോലെ ഉണ്ടാവും. ആ എൻ്റെ തിരുമേനി നല്ലൊരു കവിയായിരുന്നു. അത് ഞങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് എൻ്റെ അടുത്തില്ല. ഒന്നോ രണ്ടോ ആ കൈലാസ യാത്രയുടെ ഇടയിലുള്ളത് എൻ്റെ ആർട്ടിക്കിളിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. അങ്ങനെ അത് ഞാൻ ആ സമയത്ത് എഴുതിയത് ഞാൻ എഴുതിയെടുത്തതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് എഴുതിയെടുത്തിട്ടുണ്ട്. ഞാൻ തിരുമേനി ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ്റെ കൂടെ കുറേയൊക്കെ കാസറ്റുകൾ ഉണ്ടായിരുന്നു. ഞാൻ കൺവേർട്ട് ചെയ്ത് ഡിജിറ്റലായിട്ട് സൂക്ഷിച്ചു വെച്ച് അത് മിക്കവാറും ഞാൻ ആർട്ടിക്കിളാക്കി മാറ്റിയിട്ടുണ്ട്. തിരുമേനിയുടെ കൂടെ യാത്രയിലൂടെ എന്നൊക്കെ പറഞ്ഞ കുറേ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതി അവിടെ ഇവിടെയൊക്കെ കൊടുക്കായിരുന്നു. അല്ല അങ്ങനെയൊന്നുമില്ല, നമ്മളെന്ത് സംസാരിക്കും, രസകരമായ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ തിരുമേനിയുടെ ഒരു ഫ്രണ്ടല്ല, ഒരു കസിൻ്റെ ഡിസ്റ്റന്റ് കസിൻ ആരുമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത്. തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ട് എന്നെ അവിടെ താമസിപ്പിച്ച് ഞങ്ങൾ രാവിലെ കാറിൽ അങ്ങോട്ട് പോയി. കാറിൽ പോകുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയണ്ടായിരുന്നു, പണ്ട് അങ്ങ് എഴുതിയൊരു കവിത ഉണ്ടല്ലോ, ഞാൻ ആദ്യമായിട്ട് കാറിൽ കൊണ്ടുപോയ സമയത്ത് കാറിൻ്റെ സൗണ്ട് വല്ലാണ്ട് സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു കാറായതുകൊണ്ട് അതിനെ പരിഹസിച്ച് എഴുതിയ കവിത ഓർമ്മയുണ്ട്. ഒട്ടനെ തിരുമേനി ഇത് ചൊല്ലി. അതാ ഞാൻ പറഞ്ഞു, അങ്ങനെ നിമിഷമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. നന്നായിട്ട് എഴുതുന്നത് മാത്രമല്ല, അത് വളരെ രസകരമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ഒക്കെ കൂടെ യാത്ര ചെയ്യാൻ പറ്റിയെന്നുള്ള വലിയൊരു ഭാഗ്യമാണ്. ഞങ്ങൾ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത്, കൈലാസത്തിൽ പോകുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. ഈ രംഗത്തെ ഒന്ന് പറയാൻ പറ്റുമെന്ന് വെച്ചാൽ തിരുമേനി ഉടനെ ഒരു കവിത കൊടുക്കും. അങ്ങനെ കേട്ടിട്ടുള്ള ഒന്ന് രണ്ട് കവിതകളൊക്കെ ഞാൻ എൻ്റെ ആർട്ടിക്കിളിൽ ഭാഗമാക്കിയിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ഡോക്ടർ, ഈ ടെലിപ്പതി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലേ, ശരിക്കും ടെലിപ്പതി ഫിസിക്കലി, അതായത് ഫിസിക്കൽ സയൻസ് വെച്ച് പ്രൂവ് ചെയ്തൊരു കാര്യമാണ്? അല്ല, ഇതിനൊക്കെ സാധാരണ സയൻസ് എന്ന് പറയാൻ പറ്റില്ല. സ്യൂഡോ സയൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അല്ല, അത് വിശ്വസിക്കാൻ നമ്മളിപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യവും ആരെങ്കിലും വിശ്വസിപ്പിക്കാനോ, വിശ്വാസമുള്ളവരെ ഒന്നും കൂടി അടിച്ച് നന്നായിട്ട് വിശ്വസിപ്പിക്കാനോ, വിശ്വാസമില്ലാത്തവരെ അവിടുന്ന് കൺവെർട്ട് ചെയ്തിട്ട് വിശ്വാസികളാക്കാനോ അതിനൊന്നും ശ്രമിക്കുന്ന ഒരു വ്യക്തിയല്ല. നമുക്ക് യോജ്യമാണെന്ന് തോന്നുന്ന, നമുക്ക് അറിയുമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഞാൻ ആസ്വദിച്ചിട്ടുള്ള ചില സംഭവങ്ങൾ ബാക്കിയുള്ളവർക്ക് ആസ്വദിക്കാൻ സാധിക്കുമേ. ഇപ്പം ഞാൻ നല്ലൊരു പാട്ടാണ് എന്ന് പറയുമ്പോൾ, ആ പാട്ട് എന്ത് നല്ല പാട്ടാണെന്ന് പറയുമ്പോൾ, അത് നല്ല പാട്ടൊന്നുമല്ല, എനിക്ക് അയാളെ വിശ്വസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതാണ് നല്ല പാട്ടെന്ന് ഞാൻ പറഞ്ഞ് അടിച്ച് വിശ്വസിപ്പിക്കേണ്ട കാര്യമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഇതെൻ്റെ അഭിപ്രായം, അത്രയ്ക്കല്ലേ പറയാൻ പറ്റും. അത് എപ്പോഴും അങ്ങനെയാണ്. അത് എൻ്റെ കാര്യം ഞാൻ പറയും, അങ്ങനെ അല്ല എന്ന് പറയുന്ന ഒരാളെ അല്ലെങ്കിൽ അല്ല. പക്ഷെ ടെലിപ്പതി എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റില്ല. എല്ലാവർക്കും എല്ലായ്പ്പോഴും പറ്റൂല. പറ്റുന്ന ആൾക്ക് അന്യോന്യം എല്ലായ്പ്പോഴും പറ്റണമെന്നില്ല. എൻ്റെ ചിന്തകൾ, ഞാൻ പറയുന്ന വാക്കുകൾ, ഞാൻ പറഞ്ഞത് ഹൈലി മെഡിറ്റേറ്റീവ് ആണ് എൻ്റെ വാക്കുകൾ. നമ്മൾ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട്, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട്, വളരെ ആർട്ടിഫിഷ്യലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് ആർക്കും മനസ്സിലാവില്ല. ഞാൻ വളരെ നാച്ചുറൽ ആണെങ്കിലേ അങ്ങനെ മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി അതുപോലെ എന്നെ അബ്സോർബ് ചെയ്യുകയും ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിക്ക് എൻ്റെ ഫ്രീക്വൻസി മനസ്സിലാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ എപ്പോഴും ഞാൻ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എപ്പോഴും നമ്മൾ അങ്ങനെ ആവണമെന്നില്ല. നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് ചിലപ്പം എല്ലാ ഫീലിങ്ങും നമ്മൾ എല്ലായ്പ്പോഴും എല്ലായിടത്തും കാണിക്കണമെന്നില്ലല്ലോ. അപ്പം ഞാനിത് പറയാൻ കരുത്, ഞാൻ ഈ പറയുന്ന ഉദാഹരണം ടെലിപ്പതിയുടെ ഉദാഹരണമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ സുഹൃത്തുക്കളായിട്ടുള്ള ചില ആൾക്കാർ സെയിം അഭിപ്രായം ഒരേ സമയത്ത് അവർ പറയും. അല്ല, ഞാൻ ഒരു എല്ലാ കാലത്തല്ല, ഞാൻ ഒരു കാലത്ത് കുറേ വ്യക്തികളുണ്ടായിരുന്നു എനിക്ക്. അയാളിപ്പോൾ എന്നെ വിളിക്കണം തോന്നിയാൽ നാളെ രാവിലെ വിളിക്കാം. ഇപ്പോൾ ഒരാളെ ഫോൺ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു എനിക്ക്, നാളെ രാവിലെ വിളിക്കാം, ഇപ്പം കുറേ വൈകിയില്ലേ, അപ്പം അദ്ദേഹത്തിൻ്റെ കോൾ വരും. അങ്ങനെയുള്ള കുറച്ച് വ്യക്തികളുണ്ട്.
പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ എപ്പോഴും അത് വർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വളരെ നാച്ചുറലും വളരെ കാഷ്വലും വളരെ സിമ്പിളും ഡിപ്ലോമാറ്റിക് അല്ലാതിരിക്കുമ്പോഴേ ഇത് നടക്കുള്ളൂ. ഇപ്പം അങ്ങനെ ഞാൻ ഒരാളെക്കുറിച്ച് വിചാരിച്ചു എന്ന് വിചാരിക്കും, അതേസമയത്ത് അവരും വിചാരിക്കുന്നുണ്ടാവും വിളിക്കണമെന്ന്. പക്ഷെ അവരുടെ സിറ്റുവേഷൻ പ്രോബബിളി ഈസ് നോട്ട് അലൗവിങ്. അല്ലെങ്കിൽ അദ്ദേഹവും വിചാരിക്കുകയാണ് ഇപ്പോൾ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് അദ്ദേഹം ഞാൻ എന്തുകൊണ്ടാണ് വിളിക്കാണ്ടിരുന്നത്? ഞാൻ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ്, സിമ്പിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിളിക്കാണ്ടിരുന്നത്. ഒരു കുട്ടിക്ക് അങ്ങനെ തോന്നൂലല്ലോ. നമ്മൾ കുറച്ചും കൂടി മച്ചുവിടാന്നുള്ളൊരു തോന്നലിൽ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാണ് നമ്മൾ. അപ്പം അതുപോലെ അദ്ദേഹത്തിനും തോന്നിയെന്ന് വിചാരിക്കും, അതോടെ കട്ടായി. അതെനിക്ക് ഫീൽ ചെയ്യാനും പറ്റില്ല, അയാൾക്ക് ഫീൽ ചെയ്യാനും പറ്റില്ല. ഇന്നലെ തോന്നിയിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അത് പിന്നെ പറയാനും തോന്നുന്നില്ല. അപ്പം പലപ്പോഴും വളരെ നാച്ചുറലായിട്ട് അത് അറിയാതെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരു ശ്രീകാന്തിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് KPCയുടെ ഒരു അകന്ന ബന്ധു തന്നെയാണ്. സർ സെയ്ദ് കോളേജിൽ പ്രൊഫസറായിരുന്ന ഒരാൾ ശ്രീകാന്തിനെ കാണാൻ പോകുന്നു, ഞാനും കാണാൻ പോകുന്നു. ശ്രീകാന്ത് ദേവീ സങ്കല്പത്തെക്കുറിച്ച്, മൂകാംബിക ദേവിയെക്കുറിച്ചൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിനൊരു കവർ ചിത്രം വേണം. ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് അത് ആ സബ്ജക്റ്റേ അല്ല ഡിസ്കഷൻ, നമ്മൾ വേറെന്തൊക്കെയോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ ഇപ്പോൾ എഴുതിയൊരു പുസ്തകം ഉണ്ട്, അതിൻ്റെ കവർ ഇങ്ങനെ ഞാൻ തപ്പി നടക്കുകയാണ്. അത് പണ്ട് കണ്ടൊരു പടം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പറയാണ്, തിരുമേനിയുടെ പോക്കറ്റിനകത്ത് ഡയറിയിൽ ഇരിപ്പുണ്ട് ആ പടം. അതെങ്ങനെയാണ് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് എപ്പോഴും പറയാൻ പറ്റുമോ ബാക്കിയുള്ളവരുടെ പോക്കറ്റിലെ സാധനം എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റൊന്നുമില്ല. അപ്പോൾ അത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ശ്രീകാന്തിന് എന്നോട് വളരെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുന്നൊരു സാധനം ആരോ കണ്ടുപിടിച്ച് തരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടാവില്ല. അത് വളരെ നല്ലോണം ശ്രീകാന്തിനുണ്ടായിരുന്നു. ശ്രീകാന്തൊക്കെ അങ്ങനെ വളരെ പ്രഗത്ഭനായിട്ടുള്ള, വളരെ സൈലന്റ് ആയിട്ടുള്ള. ചില ആൾക്കാർക്ക് ഇങ്ങനെ ഇപ്പൊ ഒരാള് വളരെ പ്രായമായിട്ടിരിക്കുന്ന ഒരാള് മരിച്ചു പോകുന്നതിന് മുമ്പ് അവർ ആ ദിവസം തോന്നാറ് പോകും എന്നുള്ള ഒരു സെൻസേഷൻ. അല്ല, എൻ്റെ അച്ഛൻ മരിച്ചത് അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടാളാണ്. അത് സ്വന്തം തന്നെ ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയാണ്. അതാണ് ചിലപ്പോൾ എന്നെ തന്നെ മരണത്തിലേക്ക് എത്തിച്ചതും അത് തന്നെയാണെന്ന് പറഞ്ഞാൽ. അച്ഛൻ മരിച്ചു എന്ന് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് കരഞ്ഞ് രാവിലെ ലഹളയാവുമ്പോഴാണ് ആളെ അയച്ച് അച്ഛനെ കൊണ്ടുവരുന്നത്. ഞാൻ അച്ഛൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നടക്കുന്നത്. അങ്ങനെ കുറേ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ഒന്നുമല്ല, കുറേ നല്ലപോലെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നല്ല എക്സ്പീരിയൻസ് ആണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണെന്നൊന്നുമില്ല. ഭയം ഉണ്ടാവാറുണ്ട്, അത് ചിലപ്പോൾ നടന്നു പോയിട്ട്. അത് എപ്പോഴും ഉണ്ടാവണം എന്നല്ല ഞാൻ പറയും, ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും ഇന്ന് വരണം എന്ന് വിചാരിക്കുമ്പോൾ വരും. ഗുരുവിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും അതുപോലത്തെ ഇല്ല, എനിക്ക് അങ്ങനെ ഒരു നമ്മൾ വളരെ ഓപ്പൺ ആയിരുന്നു, അതിനൊരു ചാൻസ് ഇല്ല. നമ്മുടെ ഒരു കാര്യം എന്തായിരുന്നു വെച്ചാൽ, ഞങ്ങൾ അടുത്തെത്തുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു അച്ഛനും മകനും നല്ലപോലെ സ്നേഹിക്കുന്ന ഒരു അച്ഛനും മകനും എങ്ങനെയായിരുന്നു അതുപോലെയായിരുന്നു തിരുമേനി. ഞാൻ ഒരു മടിയും കൂടാതെ ഹൈദരാബാദിൽ നിന്ന് തൃശ്ശൂർ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കൈ കഴുകി നേരെ ടേബിളിൽ പോയിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. ആ സമയത്ത് തിരുമേനി അടുത്തിരുന്ന് എനിക്ക് വിളമ്പിത്തരും. ഒരച്ഛൻ മകൻ അങ്ങനെ വിളമ്പി കൊടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇല്ല എന്ന് പറയും. കാരണം ഇന്ന് നമ്മൾ വിളമ്പി കൊടുക്കാൻ നിന്നാലും ഞാൻ വിളമ്പെടുത്തോളാം മിണ്ടാണ്ടിരുന്നോന്ന് പറയില്ലേ, അങ്ങനത്തെ മക്കളാണ്. ഇപ്പം നമുക്ക് സ്നേഹം തോന്നിയിട്ട് നമ്മൾ വിളമ്പാൻ പോയാലും എനിക്ക് എടുക്കാൻ അറിയില്ല, എന്തിനാ ഞാൻ എടുത്തോളാം എൻ്റെ ആവശ്യത്തിന് എന്ന് പറയുമല്ലോ. അങ്ങനെ പറയുന്ന ഒരു തോന്നൽ പോലും എൻ്റെ മനസ്സിലുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു ഫോർമാലിറ്റി സേക്കിന് പറയുമല്ലോ, അത് പറയുന്നത് ഒരു ഫോർമാലിറ്റിയാണ്. എൻ്റെ ഇന്റേണലി എനിക്ക് വേണം തോന്നിയാലും അത് പറയാണ്ടിരിക്കുന്നത് ചിലപ്പോൾ എൻ്റെ ഒരു ഫോർമാലിറ്റിയാണ്. ആ ഫോർമാലിറ്റി പോലും ഞങ്ങൾ എന്നൊന്നും കാണിച്ചിട്ടില്ലാണല്ലോ. അതല്ലെങ്കിൽ കൈലാസത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ഒരിടം വരെ പോകേണ്ട താൻ വരുടോ എന്ന് ചോദിക്കില്ലല്ലോ എന്നോട്. അത് കാശ് കൊടുത്തിട്ടാണ് വിളിക്കുന്നത്, അപ്പോൾ ഉറപ്പാണ് വരുന്നുള്ളത്. അതൊരു ബന്ധമാണ്, അതൊരു വല്ലാത്തൊരു ഒരു ബന്ധമായിരുന്നു. അതല്ലെങ്കിൽ ഞാൻ ഈ നിത്യശ്ലോകങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയിട്ട് ഞാൻ ധൈര്യത്തിൽ കൊണ്ടു കൊടുക്കൊന്നുമില്ല തിരുമേനിക്ക്. ഈ ബുക്ക് എഴുതിയിട്ട് ഞാനിതൊന്ന് പ്രൂഫ് വായിക്കണം എന്നുള്ളൊരു ആകെ മിസ്റ്റേക്കാണല്ലോ എന്നുണ്ടാ തുടങ്ങാൻ. കാരണം തിരുമേനിക്ക് അങ്ങനെ സഹിക്കില്ല. കാരണം നമ്മൾ വളരെ വളരെ കേട്ട് പഴകിയിട്ടുള്ള, അതെ കേട്ട് പഴകിയിട്ടുള്ള, അതിപ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നൊന്നും തോന്നുന്നില്ല.
കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ സ്ഥിത ഗോവിന്ദ പ്രഭാതേ കരദർശനം ഞാൻ എഴുതി കൊടുത്തു. ഇതൊന്നും അല്ലടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വെക്കും. പിന്നെ ഇതൊക്കെ തെറ്റാ, ആദ്യത്തെ ശ്ലോകം തന്നെ തെറ്റാന്ന് പറഞ്ഞിട്ട് തുടങ്ങുക. എന്നാൽ അങ്ങനെ ഒരു വേർഷൻ ഉണ്ടെന്നൊക്കെ പിന്നെ പറഞ്ഞു തരുള്ളൂ. ഇതല്ല ശരി, അങ്ങനെ ഒരു തെറ്റായിട്ടുള്ളൊരു വേർഷൻ ഉണ്ട് എന്ന് പറയും. അത് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ അത് പറയാനുള്ളൊരു ഒരു സ്വാതന്ത്ര്യം എടുക്കുമ്പോഴാണ് നമ്മൾ ശരിക്ക് ഗുരു ശിഷ്യ ബന്ധം ഉണ്ടാവുന്നതെന്ന് പറയാം. അല്ലാതെ വളരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ശരി ഞാൻ ആരോടും പറയാറില്ല. എനിക്ക് എൻ്റെ ഒരു കുഴപ്പതാണ് അത്. പലപ്പോഴും അല്ല, അങ്ങനെ വരുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും മതി. അങ്ങനെ അല്ലാണ്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ടത് ചിലപ്പം ബന്ധുക്കളായിരിക്കും. ബന്ധുക്കളെ ഇപ്പം ഞാൻ എൻ്റെ മരുമകനെ വഴക്ക് പറഞ്ഞാലും പിന്നെ സാരില്ലേ പോട്ടെ ക്ഷമിക്കണം എന്ന് ഞാൻ അങ്ങോട്ട് പറയേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ അവൻ തിരിച്ചു വരില്ലല്ലോ. അത് ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ബന്ധുക്കളെയൊക്കെ നമ്മൾ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ മാപ്പ് പറയേണ്ടി വരും, അല്ലെങ്കിൽ സാരില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയാതെ കൂടെ നടക്കുന്ന ആൾക്കാരാണ് ശരിക്കും ബന്ധുക്കളെന്ന് ഞാൻ പറയാം. നമ്മുടെ ഫ്രീക്വൻസി മനസ്സിലാക്കി ആവണമെന്നില്ല അങ്ങനെ. അപ്പം അതുകൊണ്ട് എനിക്ക് സാധാരണ തോന്നാറില്ല, ഐ ഡോണ്ട് ഹാവ് എനിമീസ് ബട്ട് ഐ ഹാവ് lot of people who are very close to me who hate me really. അർത്ഥം മനസ്സിലായോ? I don't have enemies but I have lot of people who are very close to me who really hate me a lot. Probably ഉണ്ടാവാലോ, അതിപ്പോൾ എൻ്റെ കുറ്റമല്ലല്ലോ. അതിപ്പം നമ്മൾ ചിലപ്പം പറയുന്നത് അവർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവരൊന്നും അങ്ങനെ ഉണ്ടായിക്കോട്ടെ. അതുപോലെ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ പലരും ചിലപ്പോൾ എന്നെ ഇഷ്ടമല്ലാത്തവരുണ്ടാവും. അതെനിക്ക് പ്രശ്നമൊന്നുമല്ല. അതുപോലെ ഡോക്ടർ ഇപ്പൊ ഈ കാൽക്കുലസ് കണ്ടുപിടിച്ചത്, അതായത് കാൽക്കുലസ് ആദ്യമായിട്ട് വളരെ എന്താണ് ടാൻജൻഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഇപ്പൊ പറഞ്ഞ ടോപ്പിക്കുമായിട്ട്. ഈ കാൽക്കുലസ് ആദ്യമായിട്ട് അതിന്റെ വർക്ക് തുടങ്ങി വെച്ചത് ന്യൂട്ടൺ ആണോ അതോ ലിബനീസ് ആണോ എന്നൊരു തർക്കമുണ്ട്. എന്താണ് കാൽക്കുലസ്? കാൽക്കുലസ് എന്ന് പറയുന്നത് നമ്മുടെ ഏത് ഫംഗ്ഷനെ ആണെങ്കിലും അതിന്റെ റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് അതിനേക്കാളും മുമ്പ് തന്നെ റേറ്റും അതിന്റെ കർവച്ചർ കൺസെപ്റ്റുകളും അതിന്റെ സ്ലോപ്പ് കൺസെപ്റ്റുകളൊക്കെ എവിടേക്കോ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവില്ലേ ഈ ഞാൻ ചോദിച്ചത് ഈ പാശ്ചാത്യ സയന്റിസ്റ്റുകൾ അല്ലെങ്കിൽ പാശ്ചാത്യർ ഇത് ചെയ്യുന്നതിന് മുമ്പേ പക്ഷെ ഭാരതത്തിൽ ഇത് ഉണ്ടായിരുന്നിരിക്കില്ലേ? ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ അതുപോലെ അതിനെ പറഞ്ഞിട്ടുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. നമ്മൾ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് സാധാരണ പറയാറുണ്ടല്ലോ, ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, അല്ലെങ്കിൽ ആ ട്രയാങ്കിളിന് പകരം ഒരു ചാനൽ വെക്കാം, ഒരു സ്കെയിൽ. ആ ചാനൽ വെച്ചിട്ട് ആ ചാനലിലൂടെ നമ്മൾ ഒരു ത്രെഡ് ഇങ്ങനെ മൂവ് ചെയ്യാൻ ചെയ്യും. ഒരു ചാനൽ, ആ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ആ ട്രയാങ്കിൾ വെക്കുന്ന ഒരു ചാനലാന്ന് വിചാരിക്കുക. ആ ചാനലിനെ നമ്മൾ ഒരു ത്രെഡ് വെച്ചിട്ട് താഴത്ത് വെച്ചിട്ട് അത് ഇങ്ങനെ മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. ആ മൂവ് ചെയ്യുന്ന സമയത്ത് അതുണ്ടാക്കുന്ന ഒരു ലൈൻ ഉണ്ടാവും, അത് അതിന്റെ പാരലൽ ലൈൻസ് ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും സ്ലോപ്പ് ഒരുപോലെയാണ്. ഇത് വളരെ സുലഭമായിട്ട് പാരലൽ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഭാരതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് പലയിടത്തും, ജോമെട്രികളിൽ, എല്ലാ യാഗശാലകളിലും. ഇത് വളരെ വളരെ സിമ്പിൾ ആയിട്ട് പാരലൽ ലൈൻസ് വരയ്ക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇൻഫാക്ട് ഈ നമ്മുടെ എഞ്ചിനീയറിംഗിനൊക്കെ റോളർ സ്കെയിൽ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യുക. അത് ഇത് തന്നെ, പക്ഷെ റെക്ടാംഗിൾ സ്കെയിലാണ്, റെക്ടാംഗിൾ ആണ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അല്ല, ഈ കാൽക്കുലസിലുള്ള നമ്മൾ പറയുന്ന ഈ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടൈലർ സീരീസ് എന്ന് പറയുന്ന സങ്കല്പങ്ങൾ, ഇതൊക്കെ കാൽക്കുലസിന്റെ കുറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, അത് കേരള മാത്തമാറ്റിക്സിന്റെ ബേസിക് ആയിട്ടുള്ള മാധവാചാര്യരും ഇവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത്.
Okay. Okay, that's it. I have few more questions to ask. പക്ഷേ അത് it will become too long. ആവാം, നാളെ എപ്പോഴെങ്കിലൊക്കെ ആവാം. ആഹാ. എപ്പോഴാ സൗകര്യം? അതുപോലെ ഡോക്ടർ, ഈ സംസ്കൃതം ഉണ്ടാവുന്നതിന് മുമ്പ് ഏതെങ്കിലും ഭാഷ ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കുമോ? അല്ല, സംസ്കൃതം പുതിയ നല്ല നമ്മുടെ പഴയ സംസ്കൃതവും പുതിയ ഇന്നറിയുന്ന സംസ്കൃതവും തമ്മിൽ കുറേ വ്യത്യാസമില്ലേ? സംസ്കൃതം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ എന്താ? സംസ്കരിച്ചത്. അപ്പോൾ അതിനു മുമ്പ് സംസ്കരിക്കാത്തൊരു സംസ്കൃതം ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഏതോ ഒരു ഭാഷ സംസ്കൃതത്തിന് മുമ്പ് ഉണ്ടാകുമ്പോഴല്ലേ പിന്നെ അത് സംസ്കൃതമായി മാറുന്നത്. മനസ്സിലായോ? അത് ആ വാക്കിൽ തന്നെ ഉണ്ട്. അങ്ങനെ ആരും വിചാരിക്കരുത് എന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതന്നെ. നമ്മളിപ്പോ ഏത് ഭാഷ, ഇപ്പൊ കൊറിയൻ ഭാഷ എടുത്താൽ പോലും ഒരുപാട് സാദൃശ്യങ്ങൾ വരുന്നുണ്ടല്ലോ. ഞാൻ അടുത്ത കാലത്ത് ശ്രീലങ്ക പോയ സമയത്ത് സിൻഹള, അവിടെ അവർക്ക് എന്നെ ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണം എന്താ വെച്ചാൽ, ഇപ്പൊ ഇന്നലത്തെ ഡിസ്കഷനിൽ ഞാൻ പബ്ലിക്കായിട്ട് ഇട്ടിട്ടില്ല, കാരണം അത് ഒരു പ്രോജക്റ്റിന്റെ ഡിസ്കഷൻ ആയതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. വളരെ അതിൽ അശോക, അയാളുടെ പേര് അശോകാണ്. അശോക എന്ന് പറഞ്ഞാൽ സംസ്കൃതം വാക്കല്ലേ, ശോകമില്ലാത്തത്. സുജീവ എന്നാണ് എന്നെ ക്ഷണിച്ച ലേഡിയുടെ പേര്. അവരുടെ എല്ലാ പേരുകളും സംസ്കൃതത്തിലാണ്. ഭാരതത്തിൽ അത്രയും നല്ലതില്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അത് ഈ പാലി എന്ന് പറയുന്നത് സംസ്കൃതത്തിന്റെ വേറൊരു വേർഷൻ ആയിരിക്കും ഞാൻ പറഞ്ഞത്. യു അണ്ടർസ്റ്റുഡ്? അപ്പൊ ഞാൻ സിൻഹളയിൽ എത്തിയ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സിൻഹള സംസാരിച്ചോളൂ, പക്ഷെ സ്പീഡിൽ സംസാരിക്കരുത്. സ്പീഡിൽ സംസാരിക്കുമ്പോൾ തമിഴന്മാര് പറയുന്ന പോലെയാണ്. ഫൊണറ്റിക്സ് ഒക്കെ നോക്കുമ്പം തമിഴന്മാരുടെ ഫൊണറ്റിക്സ് ആണ്. സ്ക്രിപ്റ്റ് തെലുങ്കാണ്. ഓക്കെ, പക്ഷെ ഭാഷ, അർത്ഥം സംസ്കൃതം. ഓരോ വാക്കുകളും സങ്കല്പം. ഞാൻ അവിടെ പോയിട്ട് ഏറ്റവും അത്ഭുതകരമായിട്ട് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലായിടത്തും ഞാൻ അവരെ അഡ്രസ്സ് ചെയ്യുന്നത് വേറെ തരത്തിലായിപ്പോൾ. ഞാൻ സർ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണല്ലോ. അവിടെ മഹാത്മാ എന്നാണ്. ആ മഹാത്മാ എന്ന വാക്ക് തന്നെ സംസ്കൃതത്തിലെ ഏറ്റവും നല്ല വാക്കല്ലേ മഹാത്മാ. അപ്പോൾ ആ അഡ്രസ്സ് ചെയ്യാൻ ഒരാൾ ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് സംസ്കൃതം നമ്മളെക്കാളും കൂടുതൽ വളരെ സുലഭമായിട്ട് ഉപയോഗിക്കുന്നത് പറയുന്നത്. അതുകൊണ്ട് ഓരോ വാക്കും, ഇന്നലെ സങ്കല്പ എന്നുള്ള വാക്ക് വളരെ, അയാളിങ്ങനെ സങ്കല്പം ആണ് എന്നിട്ട് അയാൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ നീഡ് നോട്ട് ട്രാൻസ്ലേറ്റ്, ഐ അണ്ടർസ്റ്റുഡ് വാട്ട് യു മീൻ. അയാളുടെ വിചാരം സങ്കല്പ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. പല പല സങ്കല്പങ്ങളുള്ള, അത് സിംഹള ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് സങ്കല്പം എന്നുള്ളത്. അതുകൊണ്ട് അവർ പറയുന്ന ഓരോ വാക്കുകൾ, ഞാൻ പറഞ്ഞു നിങ്ങൾ വളരെ സ്ലോയിൽ പറഞ്ഞാൽ ഐ വിൽ ടെൽ യു ദ മീനിങ്. സിംഹള എന്നെ പറഞ്ഞോളാൻ പറഞ്ഞു, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. തമിഴന്മാർക്ക് ചിലപ്പോൾ അത് മനസ്സിലായെന്ന് വരില്ല. എന്നുവെച്ചാൽ നോർത്ത് ശ്രീലങ്കയില് സിൻഹള ഭാഷയല്ല സംസാരിക്കുന്നത് തമിഴാണ്. സതേൺ ജാഫ്നയിലൊക്കെ തമിഴാണ്, കൊളംബോയിലൊക്കെ സിൻഹളയാണ്. അപ്പോൾ എനിക്ക് കൊളംബോയിൽ പോയാൽ വളരെ ഈസി ആയിട്ട് അവർ പറയുന്നത് ഈ ഇതുപോലെ സംസാരിക്കണം, വളരെ പതുക്കെ പതുക്കെ പറയാവുള്ളൂ. ഐ വിൽ ഫോളോ. അവരോട് പറഞ്ഞു നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചോളൂ, സിൻഹളയിൽ ചോദിച്ചോളാം പറഞ്ഞു. അപ്പോൾ അവരിങ്ങനെ അത്ഭുതം, നിങ്ങൾക്ക് സിൻഹള അറിയാം, ഒന്നറിയാതെ. ഈ അടുത്തിടയ്ക്ക് ഞാൻ അതുപോലെ വായിച്ചായിരുന്നു, ഈ ലിത്വാനിയൻ ഭാഷയില്ലേ, ലിത്വാനിയൻ ഭാഷ വളരെ സിമിലർ ആണ് സംസ്കൃതമായിട്ട്, വെരി സിമിലർ ടു സാൻസ്ക്രിറ്റ്. അപ്പോൾ അതുപോലെ ഈ കൊറിയൻ, ഞാൻ റീസെന്റ് കൊറിയൻ ഭാഷയിലാണെങ്കിൽ അമ്മ എന്നുള്ളതിന് അവർ ഒമ്മ എന്നാണ് പറയുക. വളരെ സാദൃശ്യമുണ്ട് പല വാക്കുകളും. ബേസിക്കലി ഇതെല്ലാം ഉരുത്തിരിഞ്ഞ് ഫൈനലി പോയിന്റ് ചെയ്യുന്നത്, അല്ല, വൺസ് അപ്പോൺ എ ടൈം നമ്മുടെ പാൻജിയ പറയുന്ന പോലെ ലോകം ഒന്നായിരുന്നു എല്ലാവരും. അതുകൊണ്ട് ഡോക്ടർ, ഈ കോണ്ടിനെന്റ്സിനൊക്കെ ശരിക്കും സംസ്കൃതത്തിൽ എന്തെങ്കിലും പേരുകൾ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു? അറിയില്ല. അതെനിക്ക് എപ്പോഴും, ഞാൻ ജോഗ്രഫി, അല്ല, നമ്മുടെ കോണ്ടിനെന്റ് പറയുന്ന സമയത്ത് ജംബുദ്വീപ് എന്ന് പറഞ്ഞാൽ ആ ഏഷ്യ യൂറോപ്യൻ, ജംബുദ്വീപ് ഏഷ്യ അല്ല കേട്ടോ, ഏഷ്യ യൂറോപ്യൻ ഒറ്റ ഭൂഖണ്ഡമാണ്, ചേർന്നിട്ടാണ്. കാരണം അതിനിടയിൽ സീ ഇല്ലല്ലോ.
ആ സീ ഇല്ലാത്തടുത്ത് പിന്നെ വേറെ ഭൂഖണ്ഡമായിട്ട് കണ്ടതല്ല, അതൊരു ജിയോഗ്രഫിക്കൽ ഒരു 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 മാസമാണ് അത്. ആ യൂറോപ്പ് മുതൽ തുടങ്ങി അങ്ങേയറ്റം മുതൽ പോയി മംഗോളിയ കടന്ന് ഇന്ത്യ വരെ കടന്നിട്ടുള്ള ഒരു വൈ ഷേപ്പിലുള്ളൊരു സാധനം. ഞാൻ ചോദിക്കാൻ കാര്യം ഇപ്പൊ റോമിന് രോമക ദേശം എന്നുണ്ട്, സൗണ്ട് സിമിലർ ഏകദേശം, ഒരു സിലബിളിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. അതുപോലെ യൂറോപ്പിനും അതുപോലെ ഉണ്ടാവാം. ഇപ്പൊ ലങ്ക എന്നുള്ള വാക്ക് എത്രയോ കാലത്തിന് മുമ്പ് ലങ്ക തന്നെയല്ലേ, പേര് മാറിയിട്ടൊന്നുമില്ല, അവര് ശ്രീലങ്കയാക്കിന്ന് മാത്രമല്ല ഉള്ളൂ. ലങ്ക തന്നെയാണല്ലോ, പിന്നല്ലേ ശ്രീലങ്ക എന്ന് പറഞ്ഞത്. പിന്നെ സിലോൺ ആക്കിയത് ബ്രിട്ടീഷുകാരല്ലേ. പിന്നെ എനിക്ക് തമിഴ് ഈഴം എന്നാണ് പറയുന്നത്. ഈഴം തമിഴ് പണ്ട് തമിഴ്നാടുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അവര് ഈഴം എന്നാണ് പറയുക. അല്ല, തമിഴ് തന്നെ തമിഴകം എന്നല്ലേ പറയാറ്. തമിഴ് എന്ന് പറയുന്ന ഒരു ഭാഗം തമിഴകം തന്നെയാ പറയുള്ളൂ. എനിക്കപ്പോ ഈ ലാംഗ്വേജിന്റെ എറ്റിമോളജി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എല്ലാം അൾട്ടിമേറ്റ്ലി പോയിന്റ് ചെയ്യുന്ന എവിടെ ഒരു സംസ്കൃത ടച്ച് അതിന്. പക്ഷേ ഇന്ന് നല്ലൊരു അമ്മ വിളിച്ച് കുറെ സംസാരിച്ചു. ഒരു ടൈലറാണ്, ഇട്ടു ഇന്നിട്ട് നേരെ വിളിച്ചപ്പോൾ ഞാൻ, പക്ഷേ എൻ്റെ ക്യാമറ തൊട്ടടുത്തുണ്ടാകുമ്പോൾ ഞാൻ ഉടനെ അടുത്ത് വെക്കും. ഞാൻ എൻ്റെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു അവരോട് ഇട്ടോട്ടെ. ഹസ്ബൻഡ് ചെറിയൊരു എനിക്ക് തോന്നുന്നു വെൽഡിങ്ങോ അങ്ങനെ ഒന്നും ആയിരിക്കും, അങ്ങനെ എന്തോ പണിയാ ചെയ്തു. മൂത്ത മകൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് MTech ഗേറ്റ് പാസ്സായി PhD NIT ചെയ്തു. രണ്ടാമത്തെ മകൾ MBBS. മൂന്നാമത്തെ മകളെ എവിടെ ചേർക്കണം എന്ന് ചോദിക്കാനാണ് വിളിക്കുന്നത്. ഓഹ്, ഞാൻ ശരിക്കും കരഞ്ഞു പോകുന്നൊരവസ്ഥയായിരുന്നു. അവരുടെയൊക്കെ അവരെ ഒരു റിയൽ ഒരു എവിടുന്നോ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരാളെ കാണുന്നൊരു തോന്നലുണ്ടാവില്ലേ, കുറേ കാലം കാത്തിരുന്നിട്ടൊക്കെ. ആ ഒരു ഫീലിങ്ങോടുകൂടിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ കുറെ പേര് ഇപ്പൊ ഇന്നിപ്പോ ഒരു 3 മിസ് കോളായി. ഇനിയിപ്പോ അതൊക്കെ തിരിച്ചു വിളിക്കണം. ഇതിപ്പോ ഒരു 3-4 മിസ് കോൾ ഉണ്ട്, അതൊക്കെ തീരുമ്പോഴത്തേക്കന്നെ സമയമാവും. ഇന്ന് വേറെ കോളൊന്നുമില്ല. നാളെയും കുറച്ചൊരു വേറെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. ഇന്നൊരാൾ കാണുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അവസാന നിമിഷം ക്യാൻസൽ ആക്കിയതാണ്. സോ അതർവൈസ് ഐ വുഡ് ഹാവ് ഗോൺ ദർ. അത് നാളെ ഉണ്ടാവോ മറ്റന്നാൾ ഉണ്ടാവോ എന്നിങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അതൊരു യൂണിവേഴ്സിറ്റി ആക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്റെ ഡിസ്കഷനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, ഫുൾ ഡിസ്കഷൻ ഇട്ടിട്ടുണ്ട്. അത് ഹൈദരാബാദിലൊക്കെ മിക്കവാറും കമേഴ്ഷ്യലാണ്. വലിയൊരു ഫാമും കുറേ സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ അവസാനം നടക്കുക അവരുടെ മക്കളൊക്കെ ഏറ്റെടുത്ത് തുടങ്ങുന്ന സമയത്ത് ആദ്യം ചെയ്യുക കട്ട് ചെയ്ത് പ്ലോട്ടായി വിറ്റ് 2 കോടിയുടെ അപ്പാർട്ട്മെൻറ്റ് പണിത് ഡുപ്ലക്സ് ഫോമിൽ. കാരണം ഒരു ഗ്രീനറി ഉണ്ടായാൽ പിന്നെ പറ്റുന്നത് അതിൻ്റെ തൊട്ടടുത്ത സ്ഥലങ്ങളൊക്കെ വലിയ പ്രോഫിറ്റബിൾ ആയിട്ട് വിൽക്കുക. ഐ തിങ്ക് ദേ ഹാവ് ഗോട്ട് മേ ബി മോർ ദാൻ 10,000 acres of lands. 10,000 acres of land ഹൈദരാബാദ്. അപ്പോൾ അന്ന് കുറേ കല്ലുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കുറേ പ്രോജക്റ്റുകൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അത് എനിക്കൊരു ഇഷ്ടമാണ്, ഒരു ഡ്രീം. എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ആരെങ്കിലും ചെയ്യുകയാണെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ കുറേ കല്ലുകൾ സ്ഥലം നിരത്തിയിട്ട് പ്ലോട്ടുകളും റോഡൊക്കെ ഉണ്ടാക്കുമ്പോൾ കല്ലുകളൊക്കെ എടുത്തിടുമല്ലോ. ഞാനതൊക്കെ ഇങ്ങനെ കണ്ട സമയത്ത് ഞാനത് പറഞ്ഞു, ആ കല്ലിന് നമുക്കൊരു 3 dimensional പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അവരെ കൊണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പെയിൻറ്റ് ചെയ്യിപ്പിക്കാം. അങ്ങനെ ഞാൻ കുറേ പ്രോജക്റ്റുകളായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ സത്യദേവ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, പണ്ട് ബഹ്റിനിൽ ഞാൻ പരിചയപ്പെട്ടതാണ്. നന്നായിട്ട് വരക്കുന്ന ആളാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ട് ഇവിടെ വർക്ക്ഷോപ്പ് നടത്താമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ആ കല്ലുകൾ നോക്കിയിട്ട് നമുക്കൊരു ഷേപ്പ് തോന്നി. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ആന, മറ്റേ ഭാഗത്ത് സിംഹം, അങ്ങനെയൊക്കെ വരക്കാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം എ പ്ലേസ് ഓഫ് അട്രാക്ഷൻ, റൈറ്റ്? അങ്ങനെ കുറേ പ്രോജക്റ്റുകൾ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് കുറേ വർക്ക് ചെയ്തു. എൻ്റെ പിന്നാലെ നടക്കുക, അത് എൻ്റെ ഒരു താല്പര്യം കൊണ്ട് പോകുന്നതാണ്.
അല്ലാണ്ട് അദ്ദേഹത്തിന് വലിയ താല്പര്യമൊന്നുമില്ല. ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമം. പക്ഷെ അദ്ദേഹത്തിന് ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനെ കുറേ യൂണിവേഴ്സിറ്റികളുണ്ട്. അൾട്ടിമേറ്റ്ലി യൂണിവേഴ്സിറ്റിയൊക്കെ തുടങ്ങാൻ എളുപ്പമാണ്. ഞാനതിൻ്റെ ഭാഗമാവോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ എൻ്റെ പണി അഡ്മിനിസ്ട്രേഷനാവും. അതെനിക്കിഷ്ടമല്ലാത്ത പണിയായിരുന്നു ഞാൻ മുങ്ങായിരുന്നു. പിന്നെ അതിൻ്റെ പിന്നാലെ നടന്ന് അപ്രൂവൽ മേടിക്കുക. ദേ ആർ റെഡി ടു സ്പെൻഡ് മണി. അതുപോലെ ഡോക്ടർ ഒരു സമയം ഇതോട് പറഞ്ഞു നിർത്തുവാണ്. കുഴപ്പമുണ്ടോ? പ്രശ്നം? ശരിക്കും ഈ സമാധി എന്നുള്ള അവസ്ഥയില് അതൊരു നത്തിങ്നെസ് അല്ലേ? നത്തിങ്നെസ് ആണ്. അപ്പോ നത്തിങ്നെസ് സ്റ്റേറ്റില് നമുക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവില്ലല്ലോ. അതായത് ഇതിന് പ്രാർത്ഥന എന്നുള്ള ഇത് തന്നെ അവിടെ ഇല്ലല്ലോ. ഞാൻ ദാഹിക്കുമ്പോ വെള്ളം കുടിക്കില്ലേ, ആ ഫസ്റ്റ് ഡ്രോപ്പ് കിട്ടുമ്പോ എന്റെ ദാഹം തീരും ചിലപ്പോൾ. എന്നാലും നമ്മൾ നിർത്താറില്ലല്ലോ. കുറച്ചും കൂടി കുടിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തോന്നുന്നൊന്നുമില്ല, ഒരു സുഖം. ഞാൻ ദാഹം കൊണ്ടാണ് കുടിക്കണത്. പക്ഷെ അത് കുടിച്ചു തുടങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, രണ്ടാമത്തെ ഗൾപ്പ്, മൂന്നാമത്തെ ഗൾപ്പ്, നാലാമത്തെ ഗൾപ്പൊക്കെ കിട്ടുമ്പോൾ ഒരു സുഖം എന്നല്ലാതെ അതിനൊരു റീസൺ ഒന്നും ഞാൻ കണ്ടെത്തേണ്ട കാര്യമില്ലല്ലോ. ഞാൻ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് ഞാൻ എത്തുമ്പോൾ, ധ്യാനം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിലേക്ക് ഞാൻ എത്തും. അത് വിചാരിച്ചെത്തുമ്പോൾ ഒരാഗ്രഹത്തോടു കൂടിയാണ് ഞാൻ എത്തുന്നത്. എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ 1, 2, 3 പ്രാവശ്യമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നമ്മൾ അറിയാതെ കുടിക്കുന്ന പോലെയാണ്. ഇല്ല, ഞാൻ പറയുന്നത് ഇപ്പം ഈ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയുന്നു, അല്ലെങ്കിൽ എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുന്നു. ഞാൻ എന്തിനാ പറയണെന്ന് ചോദിച്ചാൽ എന്താ പറയാ, അതെ, ആ താല്പര്യം ഉള്ളത് കൊണ്ടല്ല. ഞാൻ ആ താല്പര്യം എനിക്ക് ഒറ്റൊരു വാക്കിൽ ഉത്തരം പറഞ്ഞാൽ എനിക്ക് തീരും. വളരെ ചുരുക്കി പറയാം. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ചുരുക്കി പറയാണ്ട് ദീർഘിപ്പിച്ച് പറയുന്നു വെച്ചാൽ ഞാൻ എൻജോയ് ചെയ്യുന്നു അത്. മനസ്സിലായോ? അതുപോലെയാണ് ആ ദാഹം മാറാൻ ഒരു ഗൾപ്പ് മതിയെങ്കിലും പിന്നെയും പിന്നെയും ഞാൻ ചെയ്യുന്നത് അതിനോടുള്ളൊരു ആസക്തി കൊണ്ടല്ല. അത് വളരെ കാഷ്വലായിട്ട് അറിയാണ്ട് നടന്നു പോകുന്നതാണ്. നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട്, ഇപ്പം ഞാൻ മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച ഒരു സ്ഥലത്ത് പോയിട്ട് കുറേ ആൾക്കാരുടെ കൂടെ കണ്ണും പൂട്ടി ഇങ്ങനെ ഇരിക്കുന്നു, ശരിക്കും പറഞ്ഞ ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്. ദേ ആർ നോട്ട് മെഡിറ്റേറ്റിംഗ്. ഞാൻ അത് നമ്മൾ വളരെ കാഷ്വലായിട്ട്, ഇപ്പം ഞാനിപ്പോൾ അത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് എത്തുന്ന ഒരു സമയത്ത് നമ്മൾ ലൈറ്റ് കണ്ടു. ഇപ്പൊ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ലൈറ്റിൽ നോക്കിയെന്ന് വിചാരിക്കും. ഇവിടെ എൻ്റെ അടുത്തൊരു ലൈറ്റ് ഉണ്ട്. ആ ലൈറ്റിൽ നോക്കിയിട്ട് കണ്ണടച്ചാൽ ഞാൻ ഉറപ്പായാലും ഒരു ലൈറ്റിന്റെ ഒരു പ്രതിബിംബം ഞാൻ കാണും. വളരെ സിമ്പിൾ ആണത്. അതാണ് അത് നമ്മുടെയൊക്കെ ധാരണ എന്താ വെച്ചാല്, ഞാൻ അങ്ങനെ കണ്ടാൽ അത് ഞാൻ മെഡിറ്റേഷനിലേക്ക് ഇങ്ങനെ എത്തി, എൻ്റെ മുമ്പിൽ ഒരു ശിവലിംഗം വരുന്നുണ്ട്, ഇനി അടുത്ത രംഗത്തിൽ ഞാൻ എത്തുമ്പോൾ ശിവലിംഗം വരുന്നുണ്ട് എന്ന് എൻ്റെ മനസ്സിൽ തോന്നുമല്ലോ. അപ്പൊ ആ ലൈറ്റിന്റെ ഷേപ്പിന് ഒരു ലിംഗത്തിന്റെ ഷേപ്പ് വരും. ഞാൻ അത് കണ്ണടച്ചിട്ട് ഞാൻ ഏതൊരു കമണ്ഡലം എടുത്തിട്ടുള്ള സ്വാമീന്റെ പിന്നെ ആണ് എൻ്റെ മനസ്സിൽ കണ്ടു വിചാരിക്കും. ഉടനെ കാണും ഞാൻ സ്വാമീന്റെ കമണ്ഡലമായിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ കണ്ണടച്ചിട്ട് മഹാത്മാഗാന്ധിനെയാണ് കണ്ടതെന്ന് വിചാരിക്കും. ഞാൻ അപ്പോൾ വടിയും കാണും, അയാളുടെ കണ്ണടയും കാണും. നമ്മുടെ സങ്കല്പങ്ങൾ അതൊന്നും കാണുന്ന അവസ്ഥ മെഡിറ്റേഷൻ അല്ല എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇത് പലരുടെയും ധാരണ, ഞാൻ കണ്ണടച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ നല്ലപോലെ നല്ലപോലെ കൺട്രോൾ ചെയ്ത് ബ്രത്ത് പിടിച്ച് കുറച്ച് സമയം കണ്ണടച്ചിരുന്നാൽ ഓട്ടോമാറ്റിക്കലി വയലറ്റ് ടിങ്ക്ലിംഗ് ലൈറ്റ് കാണും. അതിന് കാരണം എന്താ വെച്ചാൽ, കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ ശരീരത്തിൽ പിടിച്ചു വെച്ചാൽ ഹാലൂസിനേഷൻ വരും. അത് ഇൻടോക്സിക്കേറ്റിംഗ് ആണ്. ആ ഇൻടോക്സിക്കേഷന് ഞാൻ ഡാർക്കും കുറച്ചൊരു വയലറ്റും ആയിട്ടുള്ള ലൈറ്റാണ് എല്ലാവരുടെ മനസ്സിലും വരിക. അത് ആ സമയത്ത് ആരും ബ്രൈറ്റ് ലൈറ്റ് ഒന്നും കാണില്ല. മനസ്സിലായോ? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഹോൾഡിംഗ് ഈസ് ആക്ച്വലി ഇൻജൂറിയസ് ടു ഹെൽത്ത്.
പക്ഷെ പല ആളുകളും പറയും ഇങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തപ്പോ അതെ, ഈ മെഡിറ്റേറ്റ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ എഗെയിൻസ്റ്റ് മെഡിറ്റേഷൻ എന്നാണ് എൻ്റെ ഗുരുവൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ വളരെ ഇൻവോൾവ്ഡ് ആയിട്ട് എൻ്റെ ഗുരുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങൾ, എനിക്ക് അറിയുന്ന സംഭവങ്ങൾ ഞാൻ പറയുന്നു. ചിന്തിക്കാതെ വളരെ സുലഭമായിട്ട് ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ മെഡിറ്റേറ്റീവാണ്. It is not taxing my brain. Whatever I can do without taxing my brain is meditation. ഇപ്പം ഇന്നലെ ഞാൻ ആ പാകിസ്ഥാനി ലേഡിയുടെ ലാസ്റ്റ് ഇൻ്റർവ്യൂ, അവർ മെഡിറ്റേഷനെ കുറിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവരെല്ലാം ഇപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ വെസ്റ്റേൺ, അവരുടെയൊക്കെ ഒരു ലീഡർ എന്ന് പറയുന്നത് വെസ്റ്റേണറാണ്. വെസ്റ്റേണറല്ല, പാകിസ്ഥാനിന് വെസ്റ്റിൽ പോയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളവരാണ്. അവരും എല്ലാവരും ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ മുസ്ലിം ആൾക്കാർ മെഡിറ്റേഷൻ മാസ്റ്റേഴ്സായിട്ട് നടക്കുന്നുണ്ട്. അവർ കുറേ കാശുണ്ടാക്കും, കുറേ ആൾക്കാരെ പിടിക്കും, അവരുടെയൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വെരി കോമൺ. അല്ല, ഇതിൽ എക്സാക്ട്ലി എനിക്ക് ഡൗട്ടായിട്ട് തോന്നിയത് ഇപ്പൊ എല്ലാവരും ഇതിനെ കണ്ണടച്ചിരിക്കുമ്പോ തന്നെ ആവണമെന്നില്ല. ഇപ്പൊ നല്ല ഇമാജിനേഷൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇമാജിൻ ചെയ്ത് ഞാൻ പറയുന്നത് ശരിക്കും കണ്ണടക്കുക എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ വരുന്നത് പതഞ്ജലിയുടെ വാക്കില്, നമ്മൾ പതഞ്ജലിയെ പ്രകീർത്തിച്ചുകൊണ്ട് ചൊല്ലി തുടങ്ങേണ്ടതാണ് മെഡിറ്റേഷൻ. യോഗ ചെയ്യുന്ന സമയത്ത് ആദ്യം ചൊല്ലുന്ന മന്ത്രം എൻ്റെ ഈ ബുക്കിലുണ്ട്, A3 എന്ന് പറയുന്ന ശ്ലോകം. അതിൽ യോഗേന ചിത്തസ്യ പദേന വാച, യോഗേന ചിത്തസ്യ, മനസ്സിൽ ആണ് യോഗം. ഇത് ചൊല്ലിയിട്ട് ഉടനെ തലകുത്തി നിൽക്കേണ്ട ആവശ്യം എന്താണ്? പതഞ്ജലി പറഞ്ഞിട്ടേ ഇല്ല ആരോടും തലകുത്തി നിൽക്കാൻ. പറഞ്ഞ മനസ്സിലാവുണ്ടോ? ചിത്തിനെ യോജിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. എന്തുമായിട്ട് യോജിക്കണം ചിത്തിനെ? മനസ്സിനെ ഞാൻ ലയിപ്പിക്കുക. ആരുമായിട്ട്? ഭഗവാനുമായിട്ട്, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തൊരു സങ്കല്പവുമായിട്ട് എംപ്റ്റിനെസ്സിലേക്ക് ഞാൻ ലയിപ്പിക്കുക. ആ റിയലൈസേഷനാണ് എൻ്റെ യോഗ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് 8ാമത്തെ സ്റ്റെപ്പിൽ, അഷ്ടാംഗ യോഗത്തിൽ ഞാൻ സമാധി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിനെയാണ് ബന്ധിക്കേണ്ടത്. മനസ്സിൻ്റെ ഇൻപുട്സ് എന്ന് പറയുന്നത് എൻ്റെ ഇന്ദ്രിയങ്ങളുടെ ഇൻപുട്സ് ആണ്. അപ്പൊ ഇന്ദ്രിയങ്ങളെ ബന്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ ബന്ധിക്കാം. എന്ന് വെച്ച് കണ്ണടച്ചത് കൊണ്ട് ഞാൻ ഇന്ദ്രിയത്തെ ബന്ധിക്കുന്നില്ല. കാഴ്ച എന്ന് പറയുന്ന ഒരു സങ്കല്പം, ഇപ്പൊ ആ പാകിസ്ഥാനി ലേഡി പറഞ്ഞതാണ്, നമ്മളെല്ലാം മെഡിറ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ കണ്ണടച്ചിരിക്കുമ്പോൾ ഞാൻ ആദ്യം ആലോചിക്കുന്നത്, ഇത് കഴിഞ്ഞാൽ എൻ്റെ പിള്ളേർ വരും, ഞാൻ അവരെന്താ ചെയ്യേണ്ടത്, അടുത്ത ക്ലാസ്സിൽ എന്താ പറയേണ്ടത്, ഇതൊക്കെ ആലോചിച്ചുകൊണ്ട്. അങ്ങനെ അല്ലാത്ത ഒരു വ്യക്തി ഈ ലോകത്തില്ല. അത് നമ്മളിപ്പോൾ, ഞാൻ പറയുന്നത്, ഞാനിപ്പോൾ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് 4 മണി വരെ മെഡിറ്റേറ്റ് ചെയ്യുന്നു. എനിക്കറിയാം ഞാൻ 5 മണി മുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലേ, അല്ലെങ്കിൽ 7 മണിക്ക് ഓഫീസിൽ പോകണം, അല്ലെങ്കിൽ 8 മണിക്ക് എനിക്ക് വണ്ടി പിടിക്കണം എന്ന് തോന്നുന്ന ഒരാൾക്ക് രാവിലെ 3 മണി മുതൽ 4 മണി വരെ സമാധാനമായിട്ട് അങ്ങനെ കണ്ണടച്ചിരിക്കണമെങ്കിൽ മന്ദനാന്നാ പറയുന്നത്. എന്നിട്ടോ 8 മണിയാകുമ്പം തിരക്ക് പിടിച്ച് ഓട്ടി റെഡിയാവാത്തതിനുള്ള സങ്കടവും കഷ്ടപ്പാടുകളും വിഷമങ്ങളും ധൃതിയും ഒക്കെ കാണിക്കുന്ന ഒരു വ്യക്തി 1 മണിക്കൂറല്ല 10 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്തിട്ടും കാര്യമില്ല. വളരെ സമാധാനപരമായിട്ട് ഞാൻ ചെയ്യാനുള്ള കർമ്മങ്ങൾ വളരെ കാഷ്വലായിട്ട്, വളരെ യൂഷ്വലായിട്ട്, ഒരു ഹറിബറി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി ഈസ് ടോട്ടലി ലിവിങ് ഇൻ മെഡിറ്റേഷൻ. മനസ്സിലായോ? ഞാൻ 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്ത് ഓടിപ്പോയി 10 മിനിറ്റ് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലത് 20 മിനിറ്റ് കൊണ്ട് എൻജോയ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ, ഞാൻ അതിനാണ് പറയാൻ വന്നത്. ശരിക്കും ഈ യോഗ എന്നുള്ളത് ഇപ്പൊ നമ്മൾ ഏതൊരു പ്രോസസ് ചെയ്യുമ്പോഴും ഉള്ള ഒരു 8 സ്റ്റെപ്പായിട്ട് പരിഗണിക്കും. അതുകൊണ്ടാണ് എൻ്റെ ഗുരു പറയാറുള്ളത് മെഡിറ്റേഷൻ ഇൻ ആക്ഷൻ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന്, എൻ്റെ ഗസ്റ്റിന് ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ, ഇന്നലെ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ ആ ചായ ഉണ്ടാക്കി കൊടുത്തു, ഞാൻ ഉണ്ടാക്കാമെന്ന് ചായ ഉണ്ടാക്കി, അത് ഞാൻ എൻജോയ് ചെയ്യാണ്. അതിൽ ചായപ്പൊടി ഇട്ട് അത് ഇളക്കി, അത് മിക്സ് ചെയ്ത്, അത് തിളക്കുന്നത് നോക്കി, അതെൻ്റെ ഒരു എൻജോയ്മെൻ്റാണ്. ആ എൻജോയ്മെൻ്റ് ആണ് എൻ്റെ മെഡിറ്റേഷൻ. അതല്ലാതെ എൻ്റെ ഭഗവാനെ ഈ ആൾക്കാരൊക്കെ വന്ന് ഞാൻ ഉണ്ടാക്കണമല്ലോ, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി. അല്ല, ശരിക്കും അപ്പോ ഈ ഏതൊരു പ്രോസസ്സിന്റെ, ഇപ്പൊ ഒരാള് ചിത്രം വരയ്ക്കുന്നു, അല്ലെങ്കിൽ എന്ത് പ്രോസസ് ചെയ്തു, അത് സ്റ്റാർട്ട്സ് വിത്ത് ഡിസിപ്ലിൻ, നിയമ
പിന്നെ അവര് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എന്തോ ഒരു കൺട്രോളിൽ അവർ. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് വെള്ളം വേണമെന്ന് വിചാരിച്ച് ആദ്യം കുടിക്കുന്നത് ആഗ്രഹമാണ്, രണ്ടാമത് കുടിക്കുന്നത് ഞാൻ എൻജോയ്മെന്റ് ആണ്. അതൊരു ബിസിനസ് ആക്കി മാറ്റി അത് മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാരായി. ഞാൻ ചോദിക്കുന്നത്, യോഗേന ചിത്തസ്യ പതേന വാച, എൻ്റെ വാക്കുകൾ എനിക്ക് ഇഷ്ടത്തോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായി മാറുന്ന, മലം ശരീരസ്യക വൈദ്യകേന, ഒരു വൈദ്യൻ എങ്ങനെ ശരീരത്തിലെ എല്ലാ അൺടൈഡി ആയിട്ടുള്ള സാധനങ്ങളെയും ക്ലീൻ ചെയ്യാൻ സാധിക്കുന്ന അങ്ങനെയുള്ള പ്രവരം മുനീനാം, അങ്ങനെയുള്ളൊരു മഹർഷിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹത്തിന് യാതൊരു അസുഖവും പാടില്ല. If you are a yogi, you are a meditation, you are into that, he should not have any physical problems. മനസ്സിലായോ? ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ്, അത് കഴിഞ്ഞ് ഉടനെ ഡോക്ടറെ അടുത്ത് ഓടിയിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, എൻ്റെ പ്രഷർ ചെക്ക് ചെയ്യുക, എൻ്റെ ഷുഗർ ചെക്ക് ചെയ്യുക, എനിക്ക് ഇവിടെ വേദന, അവിടെ വേദന, തലവേദന, കാല് വേദന, പിന്നെന്ത് മെഡിറ്റേഷനാണ്? I should be physically fit first of all. വിശപ്പ് പോലും അറിയരുത്. ഒന്നും അറിയാത്തൊരവസ്ഥയിൽ എനിക്ക് ഇരിക്കാൻ പറ്റുമ്പോഴാണ്. അത് ഞാനിപ്പോൾ ടോക്ക് കൊടുക്കുന്ന സമയത്ത് എനിക്ക് വേദനകൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഞാനൊന്നും അറിയുന്നില്ലല്ലോ, വിശപ്പും ഞാൻ അറിയുന്നില്ലല്ലോ. സോ ദിസ് ഈസ് എ മെഡിറ്റേഷൻ. മൈ ടോക്ക് ഈസ് എ മെഡിറ്റേഷൻ, മൈ വാക്ക് ഈസ് എ മെഡിറ്റേഷൻ, മൈ കുക്കിംഗ് ഈസ് എ മെഡിറ്റേഷൻ, മൈ ഡ്രൈവിംഗ് ഈസ് എ മെഡിറ്റേഷൻ. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയാതെ അത് എൻജോയ് ചെയ്ത് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ചെയ്യാൻ സാധിച്ചാൽ യു ആർ എ യോഗി. ഞാൻ പതേന വാച, ഞാൻ വാക്കുകൾ പറയുമ്പോൾ ഞാനത് വളരെ കാഷ്വലായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന തരത്തിൽ എന്നിൽ ഒഴുകുമ്പോഴാണ് ഞാനത് എൻജോയ് ചെയ്യുക. അതല്ലെങ്കിൽ ഐ ആം ടാക്സിങ് മൈ ബ്രെയിൻ. അങ്ങനെ ബ്രെയിൻ ടാക്സ് ചെയ്യാതെ എൻ്റെ ഇലക്ട്രോ എൻസിലോഗ്രാഫിൽ യാതൊരു വൈബ്രേഷനും ഇല്ലാതിരിക്കുന്നിടത്തോളം കാലം ഐ ആം ഇൻ ടു മെഡിറ്റേഷൻ. കുക്കിങ്ങിൻ്റെ സമയത്ത് ഞാൻ വളരെ ടെൻസ്ഡായിട്ട് കുക്ക് ചെയ്താൽ മെഡിറ്റേഷൻ അല്ല, അത് എനിക്ക് ഒരു ശല്യമായിട്ട് മാറും. ആ ശല്യമല്ലാതെ ഞാൻ എൻജോയ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ മെഡിറ്റേഷൻ. അങ്ങനെയാണ് ആവേണ്ടത്. അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ അത് വളരെ നമ്മൾ അർത്ഥം പിടിച്ചും വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നൊരു സംഭവമല്ല. വളരെ കാഷ്വലായിട്ട്, വളരെ സ്ലോ ആയിട്ട്, വളരെ നൈർമല്യത്തോടു കൂടി പോകുന്നൊരു ജീവിതം ഉണ്ടാക്കുമ്പോഴാണ് വളരെ പാവനമായിട്ടുള്ളൊരു ജീവിതം എന്ന് പറയാറില്ലേ, അങ്ങനെ പോകണം. സുലളിതമായി പോകണം, സുന്ദരമായിട്ട് പോകണം. അപ്പോഴാണ് വി ആർ ഇൻ ടു മെഡിറ്റേഷൻ. Okay, doctor. Thank you. Right. Thank you. Okay. Sure.